ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسائر عباد الله الفائزين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും സ്നേഹമുള്ള ഉലമാ നായകന്മാർ, സംഘടനാ നായകന്മാർ, കാര്യകർത്തമാർ, ഊടെ സേരിട്ടുള്ള ഹിരിയ കിരിയ ആണിങ്ങ പെണ്ണിങ്ങ മക്ക, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സയ്യിദ് മദനി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ തിങ്കളിൽ യാറെ സ്മരിക്കപ്പെട്ട് അജ്മീർ ഖാജാ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഈ തിങ്ങലിലെ ബർക്കത്ത് കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഇൽമുടെ ബർക്കത്ത് കൊണ്ട് നിങ്ങളെ എല്ലാവരും സുഖലോക സ്വർഗത്തിൽ ഒട്ടുസേർ പാട്ടി തരട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. കർണാടക രാജ്യ സുന്നി യുവജന സംഘവും സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷനും കർണാടക മുസ്ലിം ജമാഅത്തും ഒട്ടിಗೆ ಸೇರಿട്ട് മേലങ്കടി യൂണിറ്റ് നടത്തിയിട്ടുള്ള ഈ കാര്യക്രമം, ഞങ്ങളെ ഈ സംഘടനയ്ക്ക് ഒരു ഗുരിയുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്തിനേണ്ടി ചെന്നെങ്കിൽ അംറും ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ, നല്ലത് മനുഷ്യന്മാർക്ക് തിരിപ്പാടി കൊടുക്കണേ, വേണ്ടാത്തതിനെ തടേ. ഇതൊക്കായിട്ടേക്ക് 1,24,000 അംബിയ മുർസലീങ്ങൾ ഈ ദിന്നാവ് വന്നിട്ട് പഠിപ്പാട്ടി എവിടെയും ബെടക്കിക്കൊതി നല്ലത് മാത്രം ബെടക്ക് എവിടെ കണ്ടെത്ത് അതിനെതിർക്കണം. നല്ലത് എന്തുണ്ടോ അതൊക്കെ പ്രോത്സാഹിക്കണോ, മനുഷ്യന്മാർക്ക് അതിന് എട്ടുപാട്ടി കൊടുക്കണോ, പഠിപ്പാട്ടി കൊടുക്കണോ. ഈ ഒരു ഉദ്ദേശത്തിലായിട്ട് ഞങ്ങളെ ഉലമാ SYS-ഉം SSF-ഉം മുസ്ലിം ജമാഅത്തും എല്ലാം ഉണ്ടാക്കി. അതിലും ഒരു കുറെ വേണ്ടാത്തനം. അതിൽപ്പോ ഉദാഹരണത്തിന് മങ്ങില ചൊല്ലത് ഇണ്ട് വേണ്ടാത്തനത്തെ ഒരു ഗുംപായിട്ട് മങ്ങില വലിയൊരു നല്ലൊരു ബർക്കത്തുള്ള വിഷയം, വലിയൊരു ഇബാദത്ത്. അങ്ങനത്തെ മങ്ങിലത്തും കൂടി പെടക്കാക്കിട്ട് ഹറാമുകളെ ഒരു കുറെ കാര്യക്രമത്തെ ഒരു സന്ധ്യ ആയിട്ട് പോയിട്ട് മങ്ങില ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് കണ്ടിട്ട് തങ്ങൾ മുണ്ടാണ്ട് നീക്കണമാ, അത് ഒർക്കവും സാധ്യമല്ല. ഒരു മോമിൻ ചൊന്നെങ്കിൽ ഒരു മോമിൻ എപ്പോഴും അവന് ആഗ്രഹിക്കുന്ന സ്വർഗം ഉണ്ടല്ലേ, അത് പിന്നർത്തും ആഗ്രഹിക്കണോ, അവർക്കും കിട്ടണോ, നക്ക് മാത്രമേ ആണല്ല. അപ്പോ സമുദായത്തിൽ ഒരു തപ്പുണ്ടെങ്കിൽ അതിനെ എതിർക്കണോ ചൊന്നിട്ടു ഞങ്ങൾ പരിശുദ്ധമായ ഖുർആൻ يدعون إلى الخير ويأمرون بالمعروف وينهون عن المنكر. ഈ സമുദായത്തിൽ ഒരു ഉമ്മത്ത് വേണം, ഒരു സംഘം വേണം. നല്ലത് പഠിപ്പാട്ട് ബെടക്കിടെ എതിർക്കിട പോലത്തെ ഒരു സംഘം നിങ്ങളിൽ വേണു ചൊന്നിട്ട് പരിശുദ്ധമായ ഖുർആൻ ഞങ്ങളൊട്ടിಗೆ ഓർഡർ ആക്കിട്. ആ സമുദായത്തിക്ക് ഞങ്ങളെ ഉന്നതമായ ഉലമാ നേതാക്കന്മാർ ഈ സംഘടന കൂടെ ഉണ്ടാക്കി. അപ്പൊ മംഗലത്തെ പേര് കൂടെ അനാഹുതവും അനാചാരവും ഹറാമും നടക്കുമ്പോഴത്തേക്കും അതിനെ തടഞ്ഞിട്ട് എങ്ങനെ ചന്തത്തിൽ മങ്ങിലാക്കണോട്ട് കാട്ടിക്കൊടുക്കൽ, അത് ഞങ്ങളെ ഒരു വലിയ ഒരു ജവാബ്ദാരിത്വം വിചാരിച്ചിട്ട് സുന്നി യുവജന സംഘ എടുത്ത ഒരു കാര്യക്രമമായിട്ട് മാതരി മധുവേ
എപ്പോഴും ഒരു സമാജം a society is never destroyed by the activities of rascals but by the inactivity of good people എന്നൊരു പലക്കുണ്ട്. ഒരു സമാജ അത് എപ്പോഴും ബെടക്ക് മനുഷ്യന്മാരെ ബെടക്ക് സ്വരത്തിലായിട്ട് ബെടക്കാവില്ല. ഒരു സമാജ ബെടക്ക് മനുഷ്യന്മാരെ ബെടക്ക് സ്വരത്തിലായിട്ട് ബെടക്കാവില്ല. പിന്നെ നല്ല മനുഷ്യന്മാരെ നിഷ്ക്രിയത്തെ നല്ല മനുഷ്യന്മാർ ഇന്നിട്ടും ബെടക്കിനെ കണ്ടിട്ട് കാണാത്ത പോലെ കണ്ണുമുച്ചി തെക്കിടാറില്ലേ, അങ്ങനെ കൊണ്ടായിട്ട് സമാജം ബെടക്കായത്. അതുകൊണ്ട് ഞങ്ങളെ സമാജം ഒർക്കും ബെടക്കാവൂതിയ മങ്ങിലത്തിൽ കാണ്ട അനാചാരങ്ങളെയും മങ്ങിരാജുള്ളത് ബാറായിട്ടില്ല പോയി ഭയങ്കര വലിയ ഒരു ദിന പൊറുക്കവും സാധ്യമില്ലാത്തൊരു ദിന. ആ ദിന കൊറോടിയാക്കുമ്പേനായിട്ട് പിന്നെ എങ്ങനെ മങ്ങിൽ ആക്കണു ചൊന്നിട്ട് പഠിപ്പാട്ടൊക്കെ പേനായിട്ട് മാതരി മധുവേ ചൊല്ലു അഭിയാന SOS കർണാടക സ്റ്റേറ്റ് കമ്മിറ്റി ഇവിടെ അതിന്റെ ഭാഗമായിട്ട് വേറെ വേറെ കാര്യക്രമം അധ്യക്ഷർ ബഷീർ സഖാഫ് ഉസ്താദ് ജുന്തല്ലേ വേറെ വേറെ ടൈപ്പ് ഖതീബുമാർക്ക് ക്ലാസ് കൊടുത്ത എങ്ങനെ നിങ്ങളെ മഹല്ലില് മങ്ങിലത്തെ വിഷയത്തിൽ ഒരു ജാഗ്രത ഉണ്ടാക്കും. ജമാഅത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഖജാൻജി പോലത്തെ പദാധികാരികളെ വിളിച്ചിട്ട് അങ്കം കൊടുത്ത ഇനി ഉമ്മമാർക്ക് മദർസ് മീറ്റും ഫാദർസ് മീറ്റും സിസ്റ്റേഴ്സ് മീറ്റും യൂത്ത് അസംബ്ലി ചെന്നിട്ടു ബാലകാർത്തിമാർക്ക് വേറെ വേറെ ആളുമാർക്ക് അതിനെ പറ്റി ഒരു അവയർനെസ് കൊടുക്കുന്ന പോലത്തെ ഒരു കാര്യക്രമം അതിലെ ഒരു ഭാഗമായിട്ട് ഇന്ന് നടക്കണേ. ഈ കാര്യക്രമം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം വിജയിപ്പാട്ടിട്ട് ചെന്നിട്ട് നിങ്ങൾ ദുആ ചെയ്യുന്നു. മങ്ങിരാജെന്നെങ്കിൽ അത് ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും ഒരു തുടക്കത്തിൽ ഒരു ബലമുണ്ട് അല്ലെ. ഒരു അകകെട്ടെങ്കിൽ ഫസ്റ്റ് എന്താക്കണം ഒരു ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷൻ ഇടുമ്പോഴത്തേക്കു അല്ല അതിനെ കാട്ടി മൂന്നൊരു കുറ്റിയെടുക്കണം. കുറ്റിയെടുക്കൂ ആറ് കുറ്റിയെടുക്കണം. ഞങ്ങമ്മ പോയി കുറ്റിയെടുക്കില്ല. ഞങ്ങൾ എന്താക്കടാ ഒരു ഉസ്താദെ കുട്ടിയെ ഒരു ആലിമുരമാ തങ്ങന്മാരല്ല കൊമ്പന്നിട്ട് അങ്ങനെ കൈ കൊണ്ട് കുറ്റിരി പാടിട്ട് അവിടെ ഓതിട്ട് ദ്വാരന്നിട്ട് സദക്ക കൊടുത്തിട്ടു ഒരു ആഹാരം കൊടുത്തിട്ട് കിടത്തണം. എന്തുക്ക് നല്ല ഒരു അക നിക്ക് വീണു നല്ല ബർക്കത്തുള്ള ഒരു അക. ആ അക വേഗം പൂർത്തിയാവണു. ഐക്യബേനായിട്ട് നല്ല ബർക്കത്തുള്ള കയ്യില് കുറ്റിയടിക്കണേ. അക കെട്ടിട്ട് ആയെങ്കില സീത എല്ലാരും പോയിട്ട് അവിടെ സ്റ്റാർട്ട് ആക്കില്ല ജീവിക്കൂ. പിന്നെ ഫസ്റ്റ് ഒരു അക ഒക്കല് ചെന്നൊരു കാര്യം അത് ഒരു നല്ല ഒരു ആലിമ തങ്ങമ്മ വന്നിട്ട് വായൽ തുറക്കിട് ഫസ്റ്റ് കാല് വെക്കിട് പിന്നെ പാല് ഭയപ്പാട്ട് അവിടെ നിസ്കരിക്കിട് മൗലുദോദു ദ്വാരക്കിട് ദിക്റ് ചൊല്ലു സ്വതക്ക കൊടുക്കൂ ആഹാരം കൊടുക്കൂ. ഈ നിലക്ക് ഒരു നല്ല തുടക്കം എന്ത് ചെന്നെങ്കിൽ ഏത് വിഷയത്തിനും തുടക്ക സ്റ്റാർട്ടിങ് നല്ല പേരുണ്ടായിരിക്കും. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി വലിയ ഒരു ദാർശനിക ഒരു ചിന്തക വലിയ മഹാൻ അങ്ങനെ ഒരു പലക്കുണ്ട്. മൻ അസ്റഖത്ത് ബിദായതു അസ്റഖത്ത് നിഹായതു. ഒരു സ്റ്റാർട്ടിങ് എപ്പോഴും നല്ല ചന്ത എങ്കിൽ അതിന്റെ എൻഡിങ് അതിന്റെ ലാസ്റ്റും ചന്തയോടും വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ ജുല. നല്ല സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ പാതി സ്വറ കംപ്ലീറ്റ് ആയ പോലെ തുടക്കം നല്ല എങ്കിൽ പാതി സ്വറ കംപ്ലീറ്റ് ആയ പോലെ അത്രയും വലിയ വിഷയം എന്തും തുടക്കം നല്ല അകക്കൊല് അങ്ങാടി വെക്കല് കുറ്റടിക്കല് എല്ലാത്തിനും നല്ല നല്ല ആൽമാരെ വിളിച്ചിട്ട് അതൊക്കെ എങ്കിൽ അതിനെക്കാട്ടി വലിയൊരു തുടക്കമായിട്ട് മങ്ങില അക അത് ഒരു 10, 35, 40, 50 പിന്നെ പൊലിക്കട അങ്ങാടി അതും ശാശ്വത എന്തുമല്ല. അതേ സമയത്ത് മങ്ങിരാജുള്ളത് ഒരു മനുഷ്യന്റെ മരണത്തോളം ഉള്ളത്. ഒരു മനുഷ്യക്ക് 75 വയസ്സിന്റെ ബൈക്കുണ്ട്. അവരേജ് ഒരു 75 വയസ്സല്ലേ വയസ്സ്. 75 വയസ്സിൽ ഫസ്റ്റ് 25 വർഷം വിട്ടു അത് മക്കളാട്ടി 5 വർഷം മക്കായിട്ടും പിന്നെ ബാലകാരായിട്ടും നല്ല ഒരു ടിപ് ടോപ്പിൽ പോകേണ്ട ഒരു 4 ജവാബ്ദാരി എന്തൊക്കെ. അതേ സമയത്ത് ജവാബ്ദാരി തുടങ്ങിയത് 25 വർഷം ആകുമ്പോ മങ്ങിലാവും. 25 വർഷത്തേക്ക് മങ്ങില 25 വർഷത്തോടുള്ള 50 വർഷം ലൈഫിൽ ടോട്ടൽ 25 വർഷം 5 വർഷം മക്കളാട്ടികൾ പോയിട്ട് പിന്നെ 10 വർഷം വരെ ജവാബ്ദാരി ഒന്നുമില്ലാണ്ട് എഡ്യൂക്കേഷനും അതും അങ്ങനെ പോയിട്ട് പിന്നെ ജവാബ്ദാരി പണ്ട് വന്നിട്ടുള്ള 50 വർഷത്തെ ജീവന. ആ ജീവന അവിടെ തീരില്ല. ദാമ്പത്യ ജീവന മരണത്തൊടിക്ക് തീരില്ല. മരിച്ചാൽ പിന്നെ ആ സ്വർഗത്തിലും അങ്ങ് ഒന്നാവണുണ്ടായിട്ട് നല്ലവരും സ്വാലിഹായ ഒരു മാപ്പിളവും സ്വാലിഹായ ഒരു പിഞ്ഞായുമായി അങ്ങനെ ദാമ്പത്യ അവിടവും കണ്ടിന്യൂ ആവും.
ഞങ്ങളാണെങ്കിൽ ആസ്വദിച്ച എന്തിരെ ഞങ്ങൾക്കൊരു ഹൂറുലീൻ കിട്ടുന്നുണ്ടല്ലേ? ഹൂറുലീൻ വേണ്ടേ? സ്വർഗത്തിൽ ഹൂറുലീനുണ്ട്. ഭയങ്കര ചന്തത്തെ സുന്ദരിയായ പെണ്ണ് കാട്ടി എങ്കിൽ അതിനെക്കാട്ടി സുന്ദരിയായ പെണ്ണ് ദിന്യാവുൽ സ്വാലിഹത്തായ പെഞ്ഞായിട്ട് നിന്റെ ദിന്യാവുലുള്ള പെഞ്ഞായില്ലേ, ആ പെഞ്ഞായിനെ കാട്ടി ചന്തത്തെ പെണ്ണ് ഹൂറുൽ ഈന്റെ കാട്ടി ചന്തത്തെ പെണ്ണ് നിന്റെ പെഞ്ഞായിട്ട് അവൾക്ക് നല്ല സൗന്ദര്യമുണ്ട്, സ്വാലിഹത്താണ്. അതുകൊണ്ട് ഈ ദാമ്പത്യാജുള്ളത് ഞങ്ങളുടെ മാപ്പിള പെഞ്ഞായുടെ ഈ സംബന്ധം അത് മരണത്തൊട്ടേക്ക് തീർല. മരിച്ചാൽ പിന്നെ കണ്ടിന്യൂ സ്വർഗത്തിൽ പോയെങ്കിൽ പിന്നെ അതിക്ക് അന്ത്യമില്ല, എൻഡില്ല. അതുകൊണ്ട് എപ്പത്തും വേണമായ ഒരു ജീവന, ആ ജീവനത്തിക്ക് കുറ്റടിക്കലായിട്ടിക്കല്, ആ ജീവനത്തെ ഒരു ഒക്കലായിട്ടിക്കല് മങ്ങില. അതുകൊണ്ട് എന്താക്കടാ, നിക്കാഹ് നല്ല ചന്തത്തെ നിക്കാഹ് ആലിമീങ്ങളെ പിരിക്കണ, സാധാ തിങ്ങ തങ്ങന്മാരെ പിരിക്കണ, നല്ല മഹാന്മാരെ കൊണ്ട് നിക്കാഹുള്ള പാട്ട, നല്ല മഹാന്മാരെ കൊണ്ട് ദ്വാരപ്പാട്ട, മുതഅല്ലിമീങ്ങളെ പിരിക്കട, പാവത്തെ മോമിനീങ്ങളെ പിരിക്കട, എല്ലാവർക്കും ആഹാരം കൊടുക്കട, ചിലപ്പോ സദഖ കൊടുക്കട. അങ്ങനെ നല്ല ഒരു തുടക്കം എന്ത് മങ്ങിയത്തിൽ ബർക്കത്ത് കിട്ടുവാനായിട്ട് അല്ലേ? എങ്കിൽ ഫീസത്തെ സഹോദരങ്ങളെ, അത് എപ്പോഴും ഏറ്റവും നല്ലതാവണായത്, ഏറ്റവും നല്ല തുടക്കാവണായത് അത് മങ്ങില. കാരണം മങ്ങില ചൊല്ലുന്നത് കേവലം ഒരു കാര്യമല്ലത്. അത് ഒരു കുടുംബത്തെ എല്ലാവരും ഒട്ടിಗೆ ಸೇರಿട്ട് തിന്നിട്ട് കളിച്ചിട്ട് ജോലിയാക്കി കൊണ്ടതല്ല, അതൊരു ഇബാദത്ത്. സുബ്ഹാനല്ലാഹ്, നിക്കാഹ് ചൊല്ലുന്നത് വലിയൊരു ഇബാദത്തായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, അന്നിക്കാഹു മിൻ സുന്നതി. മങ്ങിയിലുണ്ടല്ലോ നിക്കാഹ്, അത് നിന്റെ സുന്നത്തായിട്ടിരിക്കുന്നത്. ഇസ്ലാമിലു അങ്ങനെ ചില ജാതികളുണ്ട്, അങ്ങനെ മങ്ങിലാവാണ്ട് ബൊമ്മച്ചെരിയായിട്ട് പാതിരിയായിട്ട് നിന്നെങ്കിൽ അങ്ങ് വലിയ സ്ഥാനാണ്. ഇസ്ലാമിലു അങ്ങനല്ല. ഓർത്ത മങ്ങിലാവാണ്ട് പെഞ്ഞായി മക്ക ഇല്ലാണ്ട് ഓർത്തമേ ജീവിക്കുമെങ്കിൽ അവന് എങ്ങനെ ജീവിക്കാം, അവന് ടെൻഷൻ ഒന്നുമില്ല അല്ലേ? അതേ സമയത്ത് മങ്ങിലായിട്ട് ജവാബ്ദാരി വഹിച്ചിട്ട് ജീവിക്കുമ്പോ ആയിട്ട് അവനക്ക് വലിയ മഹത്വമുണ്ടത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മങ്ങിലായി. അതുകൊണ്ട് നിക്കാഹ് നിന്റെ സുന്നത്തായിട്ട്, അതൊരു ഇബാദത്തായിട്ട്. ആര് നിന്റെ സുന്നത്ത് കൊണ്ട് ഇബാദത്ത് ആക്കില്ല, ഫലൈസ മിന്നി, അവൻ നിന്റെ ആലയല്ല. എത്ര വലിയ മഹാനായെങ്കിലും മങ്ങിലോ. ഔസുൽ ആലം ശൈഖ് ജീലാനി ഖദ്ദസല്ലാഹു സിറഹു മങ്ങിലായിട്ടില്ല ഫസ്റ്റ്. പക്ഷേ 60 വർഷമൊക്കെ മങ്ങിലായി. കാരണം എന്തേ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തായിട്ട്. ആര് ആ സുന്നത്തിനെ ഒരുത്ത ഫോളോ ആക്കില്ലേ, അവൻ ലൈസ മിന്നി, നന്നിൽ പെട്ടവനല്ല, നന്റെ ആളല്ലാണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാർഡിങ് കൊടുത്തു. അതുകൊണ്ട് മങ്ങില ആവൽ ഒരു ഇബാദത്തായിട്ട്. ഇസ്ലാം എന്തൊരു ചന്ത. നിങ്ങ മങ്ങിലാവാണ്ട് ഓർത്തമേ തെച്ചിട്ട് പള്ളി പോയിട്ട് ഈത്തികാവ് തെച്ചിട്ട് ഖുർആൻ ഓതിക്കൊണ്ടിക്കറു, അല്ലെങ്കിൽ കാടുക പോയിട്ട് അവിടെ ഒരു ചട്ട കെട്ടിട്ട് അതിന്റെ അടിയിൽ തെച്ചിട്ട് നിങ്ങ ഇപ്പൊ ആരാധന ആക്കിക്കൊണ്ടിക്കറോണ്ട് ഇസ്ലാം ചൊല്ലില്ല. നിങ്ങ മങ്ങിലാവണം. പെഞ്ഞായിക്ക് ആഹാരം കൊടുക്കണം, മക്കൾക്ക് ആഹാരം കൊടുക്കണം. സ്വതക്കത്തെ കൂട്ടത്തിൽ ശ്രേഷ്ഠമായ സ്വതക്ക ഏത് കണ്ട് കേട്ടപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പെഞ്ഞായ്മക്ക് കൊടുക്കരുത് ചില സ്വതക്ക. നീ നിന്റെ പെഞ്ഞായ്മക്ക് തിമ്മാട്ടില്ലേ, അതായിട്ട് ശ്രേഷ്ഠമായ സ്വതക്ക. ബന്ധക്ക് കൊടുക്കരുത്, പള്ളി കൊടുക്കരുത്, എല്ലാം സദഖമേ. എല്ലാ ദാനധർമ്മത്തിൽ വെച്ചിട്ട് ശ്രേഷ്ഠമായ ദാനധർമ്മ പെഞ്ഞായ്മക്ക് നിന്റെ കുടുംബത്തിന് കൊടുക്കരുത് ചൊന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെഞ്ഞായിക്ക് ആഹാരം കൊടുത്തേക്ക് നിക്ക് സ്വതക്കത്തെ കൂലുണ്ടു, മക്കൾക്ക് ആഹാരം കൊടുത്തേക്ക് സ്വതക്കത്തെ കൂലുണ്ട്, അങ്ക് ഡ്രസ് കൊടുത്തേക്ക് സ്വതക്കത്തെ കൂലുണ്ട്.
അങ്ങനെ കൊസിയാക്ക വാട്ടേക്ക് സ്വതക്കത്തെ കൂലുണ്ട്. അതുകൊണ്ട് നീ എന്താക്കണു, മങ്ങിലാവണു. പിന്നെ മങ്ങിലാകുമ്പോ നീ എന്ത് മങ്ങിലാവിടെ കൊണ്ടുണ്ട, അതും ഖുർആൻ ചൊന്തു വെറുതെ ഒന്നും അല്ല. മങ്ങിലാവിടെ വലിയ 3 ഉദ്ദേശം. ഒന്ന് ശാന്തി, സമാധാനം. മനസ്സ് എപ്പും ശാന്തി വേണം, നിക്ക് സമാധാനം വേണം. നീന് ഔത്ത് സ്വബൈക്ക് പറത്തിഞ്ഞിട്ട് ഒരു വേറെ വ്യവഹാരാക്കി വണ്ട ബാണിയും അതും ഇതുമെല്ലാക്കി വരുമ്പത്തു എന്തെല്ലാം ടെൻഷൻ വേണ്ട. ആ ടെൻഷനെല്ലാം പുറത്തിട്ട് ഔത്ത് പോകുമ്പത്തു ഔത്ത് നിങ്ങളെ സമാധാനാക്കുക. ഒരു പെഞ്ഞായിക്കാല് അപ്പൊ നിങ്ങൾ നല്ല റാഹത്താവിടൂ. നിങ്ങൾ ഔത്ത് പോകുമ്പത്തു നീല മക്ക വന്നിട്ട് നിങ്ങൾ ഒരു പപ്പി തണ്ടാറ്, മുത്തു തണ്ടാറ്, അപ്പുറം കൊസിയാവിടൂ. ആ കൊസിയായിട്ടിക്ക് നിന്റെ എല്ലാ ടെൻഷനും ഓർക്കുന്നത് മറപ്പാട്ട്. മക്കളൊട്ടിക്ക് നല്ല പിസ്സ കാട്ടും. മക്കളൊട്ടിക്ക് ഇണ്ടിപ്പോ ഏറ്റവും വലിയ ടെൻഷൻ എന്ത് ഇണ്ട്. പ്രത്യേക മനുഷ്യരുടെ ഏറ്റവും വലിയ ടെൻഷൻ എന്ത് കേട്ടെങ്കിൽ മക്കായിട്ടിക്കര്. എല്ലാരും ദ്വാരക്കോ പ്രത്യേകമായിട്ട് ചൊല്ല്, മക്കളെ ബുദ്ധി നല്ലാകും ദ്വാരക്കോണോ. എന്തേ മക്ക ബെടക്കായി പോയനുള്ള ഇപ്പൊ ഡ്രഗ്സിന്റെ വിഷയം. ഡ്രഗ്സ് വ്യാപകമായിട്ടും മാദക ദ്രവ്യ ഡ്രഗ്സ് അതിരെ പിറവുത്ത് പോയിട്ട് മക്കൾക്ക് അബ്ബടെ കുർത്തയില്ല, ഉമ്മടെ കുർത്തയില്ല, എന്തും കൊന്തി അങ്ങനെ അങ്ങൊത്തില്ല. അങ്ങ് എവിടെ ഇക്കിടാറ് എന്ത് ആക്കിടാറ്. ആ നിലക്ക് മക്ക ബെടക്കായിട്ട് പോയിട്ടുള്ള അബ്ബടെ കൊത്തുര മക്ക, ഉമ്മടെ അർക്കിട മക്ക നാലും പേപ്പറിൽ വന്നോണ്ടില്ലേ. എങ്കിൽ എന്ത് ബന്ധ് അതിനെ പറ്റി വിശാലമായിട്ട് ചൊല്ലോ. ഇപ്പൊ പുരുഷത്തില്ല. പക്ഷെ ഞാനൊരു വിഷയമുള്ള മക്കളെ പിസ്സാക്കും. മക്കളെ അബ്ബവും ഉമ്മവും എത്ര പിസ്സാക്കിടാറ് അത്ര മക്ക നല്ല. ചില ചൊല്ലാറ് പിസ്സ മനസ്സിൽ വേണു, കാട്ടോ തീരാ തലക്ക് പത്തിടാറുണ്ട്. അത് ഞങ്ങളുടെ തല അത്ര ശരിയാവുക. പിസ്സ ചൊല്ലുന്നുണ്ടല്ലേ, പിസ്സ അത് മനസ്സിൽ നിങ്ങൾ മെയ്യാവലായിട്ട് കാട്ടണോ കാട്ടണോ. മക്ക ഔത്തുടെ നിങ്ങൾ പോകുമ്പത്തു മക്കൾക്ക് എന്തെങ്കിലും കൊണ്ടുപോകണം. ആ കൊണ്ടുപോയിട്ട് മക്കളെ മുട്ട പിടിച്ചിട്ട് അങ്കൊരു പപ്പി കൊടുക്കണം, പിസ്സ കൊടുത്താൽ പിന്നെ ആയിട്ട് സ്വീറ്റ് കൊടുക്കും. മക്ക നിങ്ങളെ ഔത്ത് സ്വബൈക്ക് സ്കൂളിൽ പോകുമ്പത്തു അങ്ങനെ നിങ്ങളെ മുട്ട വന്നിട്ട് ഒരു പപ്പി തന്റെ പോലത്തെ ഒരു വ്യവസ്ഥ നിങ്ങൾക്ക് പഠിപ്പാട്ടി കൊടുക്കണം. എല്ലാ നാളും നിങ്ങൾ പറത്ത് പോകുമ്പത്തു നിങ്ങൾ അങ്ങ് കൊടുക്കണം. അങ്ങ് പറത്ത് പോകുന്നു അങ്ങനെ നിങ്ങൾ അപ്പുറം ഇപ്പുറവും മുത്തു കൊടുക്കണ ചെറിയ സ്വന്തം മക്കൾ. വലിയ മക്ക നഗര മക്കൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഫാത്തിമ ബീവിക്ക് മുത്തു കൊടുത്തോണ്ടി മോളു. എവിടേക്ക് ഈ കെന്നക്ക് മങ്ങിലായാൽ പിന്നെ മാർഗ് ഫാത്തിമ ബീക്ക് മങ്ങിലായിത്തല്ലേ. മങ്ങിലായാൽ പിന്നെ ഹണ നെത്തി കൊടുത്തു. അപ്പൊ മക്കൾക്ക് മുത്തു കൊടുക്കൽ അതൊരു പിസ്സത്തെ ഒരു വലിയ ഒരു ശൈലി. അതുകൊണ്ട് അങ്ങനെ പിസ്സ കൊടുത്തെങ്കിൽ ഖണ്ഡിതമായിട്ടും മക്ക നിങ്ങൾ ചൊന്ന വലങ്ങ പറഞ്ഞിട്ടേ പഠിച്ചത് പണ്ടിൽ. പിന്നെ മക്ക എന്ത് തപ്പാക്കിയും ജോറ് സൗണ്ട് എടുത്തിട്ട് ബൊബ്ബിട്ടിട്ട് അതുകൊണ്ട് എന്ത് ഓർ ഉപകാരം. അതെല്ലാം പോയി ആ കാലം പോയി. ബൊബ്ബക്ക് മക്ക പേടിക്കുന്ന ഒരു കാല പണ്ടിന്ന് ഞങ്ങളാണ് പേടിച്ചോണ്ടി. നക്ക അബ്ബ ആണ് എന്തു ചെറിയ മരിച്ചത് ഉള്ളത്ര നമ്മൾ അടിച്ചിട്ടൊന്നുമില്ല. അപ്പോ ഞങ്ങളാണ് പഠിച്ചു വന്നത്. പക്ഷെ അങ്ങനല്ല. പിസ് എന്ത് ആക്കിയെങ്കിലും എന്താക്കണം മക്കളെ ചന്തത്തിലെ ചൊന്നിട്ടു അങ്ങനെ പിസ്സാക്കിട്ട് അങ്ങനെ നെല്ലാക്കല്ല. അത് മാത്രമേ മക്കളെ നെല്ലാക്കുള്ള തെറു. ഇക്കടെ വിഷയം അതല്ല. അപ്പോ ഞങ്ങൾക്ക് സമാധാനം കിട്ടുകയായിട്ട്, മനസ്സിക്ക് ശാന്തി കിട്ടുകയായിട്ട് നിങ്ങളെ എന്താക്കിയ ഖുർആൻ ചൊല്ലു. അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ. നിങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾ ജോഡിനെ ഉണ്ടാക്കി തന്ന എന്തുക്ക് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുകയായിട്ട്. പിന്നെ നിങ്ങളെ നടുവിൽ നിങ്ങൾ പിർസവും കരുണയും ഉണ്ടാക്കിയ പിർസ അല്ലേ. നിങ്ങൾ നോക്കല്ല ഈ മാപ്പിള പെഞ്ഞായുടെ നടുവിൽ പിർസ എന്ത് മാപ്പിള ആറ് പെഞ്ഞായി ഏതോ ഒരു അബ്ബടെ മോള് മാപ്പിള ഏതോ ഒരു അബ്ബടെ മോള് പെഞ്ഞായി ഒരു രക്തബന്ധയില്ല. അവള് ബണ്ടാൽ അവളെ ഇടീ കുടുംബത്തെ മുട്ടോട്ട് നിന്റെ മുട്ട ബണ്ടാൽ അങ്ങനത്തേക്കുമ്പോ നീന് അവള് നിന്റെ മേലുള്ള വിശ്വാസത്തിൽ അബ്ബടെ മുട്ടുപണ്ടേ മോന്റെ മുട്ടുപണ്ടേ
ഉമ്മടെ ബുട്ടുപണ്ട് ഇലവണ് മൂത്തോണ്ട് ഇലവല് മൂത്തോൽ എല്ലാരും ബുട്ടിട്ട് നിന്റെ വിട്ട് പണ്ടാൽ നീ നിന്റെ ഉമ്മടെ പോ തീരാച്ചൊന്നെങ്കിൽ അവർ പിന്നെ പോണ്ടില്ല നീ അപ്പടൊട്ട പലക്ക പറയൂ തീരാച്ചൊന്നെങ്കിൽ പിന്നെ അവൾ പലക്ക പറയില്ല ആണല്ലേ ചൊല്ലു തീരാ അത് വേറെ വിഷയ പക്ഷെ അവൾക്ക് എല്ലാം നീനായിട്ട് എന്തുണ്ട് അങ്ങനെ നിക്ക് അവളു ചൊന്നെങ്കിൽ എന്തോ ഒരു പിസ്സ അവൾക്കായിട്ട് നീന് ജാവും പോലും അധ്വാനിക്കടേ നീ നയിച്ചിട്ട് നല്ല അവൾക്ക് ചെലവ് കൊടുക്കടേ നല്ല ഡ്രസ് കൊടുക്കടേ നീന് ചിലപ്പോ ഒരു 200 രൂപ ചട്ടയായിട്ട് അവള് കൊടുക്കുമ്പോ 4000 രൂപ ചൂടിതാ നല്ല ബലപാളുവ ഡ്രസ് കൊടുക്കടേ പിസ്സ ഈ പിസ്സ എവിടെ ബന്ധു ഒരു രക്തബന്ധം ഇല്ലല്ലേ ഏതോ ഒരു ഉമ്മടെ മോളല്ലേ അത് അള്ളാഹു തന്നെ വലിയ ഒരു നിയമത്തായിട്ട് അതായിരിക്കും അല്ലാഹു വജഅല ബൈനകും മവദ്ദതം വറഹ്മ നിങ്ങൾ നടുവിൽ അല്ലാഹു പിസ്സത്തെ ഉണ്ടാക്കി കരുണ അവൾക്ക് എന്തെങ്കിലും തെല്ല് സീക്ക് സങ്കടം വന്നെങ്കിൽ നിക്ക് ടെൻഷനാവടൂ സ്വർത്തക്ക് പോയെങ്കിലും അവളുടെ 4 വട്ടം ഫോണാക്കിയേക്കട എന്തായിട്ട് നിന്റെ തലകുത്തു മറന്ന് സമാ കുടിച്ചിരേ ചോറുണ്ടേ കറിയാക്കിരേ കേക്കില്ലേ നീന് അങ്ങനെ ജാവോ അസർക്ക് സ്വറത്തീന്നിട്ട് എപ്പോഴത്തെ കാണ്ടി വേഗ പണ്ട എന്തേ ഒരു കരുണ പെഞ്ഞായി റൊട്ടിಗೆ അങ്ങനെ പെഞ്ഞായി മാപ്പിള സുബൈക ഔത്ത് സ്വർത്ത് പോസകു തിൽ തലകുത്തിൽ ഈ വോൽഗു ഭയങ്കര ടെൻഷൻ എന്തായിത്താ അപ്പപ്പ ഫോണാക്കുക എന്തെങ്കിലും ഔത്തർ നല്ല ഒരു ഗമ്മത്താക്കി തിന്നെങ്കിൽ ഓണുകിയ ഇറച്ചും പിന്നെ ഗമ്മത്തൊരു വിഷയമല്ല 4 പട തിന്നോടിക്കുക ആയെങ്കിലും പെഞ്ഞായി അവൾ എന്ത് ആക്കിയും തെല്ല് എടുത്തു വെക്കണം എന്ത് അതായിട്ട് ഈ പിസ്സ എവിടെ വന്ന് അല്ലാഹു തന്നെ ഈ ഒരു നിഅമത്തായിട്ട് നിങ്ങളെ നടുവിലു അവദ്ദതം വറഹ്മ പിസ്സവും ഒരു കരുണവും അതുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിന്റെ പിസ്സത്ത് ചങ്ങായിമാരെ നിന്റെ പിസ്സത്ത് ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണ ഒരു വിഷയ ഈ നിങ്ങളെ വൈവാഹികമായ ജീവനുണ്ടല്ലേ അത് എപ്പോഴും നല്ല സുഭദ്രായിരിക്കും അത് നിങ്ങൾക്ക് നല്ല ശാന്തിയും സമാധാനവും പിസ്സവും കരുണയും ഗട്ടിയാക്കുന്ന ഒരു ബസ്സായിരിക്കും അതൊക്കെ വേനായിട്ട് എന്താക്കണമെങ്കിൽ മങ്ങിലത്തോട് അത് സ്റ്റാർട്ട് ആവണം മങ്ങില നല്ല നീയത്ത് വെച്ചിട്ട് മങ്ങിലത്തേക്ക് നീയത്ത് വേണം ഏത് വിഷയവും ഇബാദത്താവണം നിങ്ങൾ സാധാരണ കേൾക്കണം അല്ലാഹു തആല നിങ്ങൾ എന്ത് പഠിച്ചിട്ടുണ്ടാ അല്ലാഹു ഈ ഇബാദത്താക്കുവാനായിട്ട് പഠിച്ചിരേ അതിൽ അർത്ഥം നിങ്ങൾ എല്ലാ നാളും സ്വറപ്പെട്ടിട്ടു എന്തും പോവാണ്ട് നേരെ പള്ളിക്ക് പോയിട്ട് അവിടുത്തെ ഖുർആൻ ഓതുന്നു എല്ലാ നാളും നോമ്പിടിക്കണു നിസ്കരിച്ചോണ്ടേ എന്ന് ചൊല്ലില്ല പിന്നെ നിങ്ങൾ ആക്കിട പ്രതി ഒരു സ്വറവും അല്ലാഹു തആല ഇബാദത്താക്കിട എപ്പാ നീയത്ത് നിങ്ങൾ നല്ല ആക്കണോ ഈ നിന്റെ സദസ്സിലുള്ള കുറെ മുഅ്മിനീങ്ങൾ ഇതിൽ റിക്ഷ ഡ്രൈവിംഗ് ഇതില് മീന്റെ പണിക്ക് പോണെങ്കിക്കോ ഇത് കൃഷിക്ക് പോണെങ്കിക്കോ ഇതില് ബിസിനസ് പോണെങ്കിക്കോ വേറെ വേറെ സ്വർക്ക് പോണെങ്കിക്കോ ആ പോണ്ട ആൾമാർ ഒരു നീയത്താക്കിട്ട് പോണം എന്തിരെ നാടുണ്ട് നല്ല നയിച്ചിട്ട് നല്ല പൈസ ആക്കിട്ട് ആ പൈസയിൽ നല്ല ബാത്തുക ആഹാരം കൊടുക്കണോ ഹലാലായ ഹറാം പോതി എന്നെ ബാത്തുക്ക് പിരിക്കാന്റെ മങ്ങിലത്തേക്ക് പോയിട്ട് തിന്നരെ കട്ട് തിന്നരെ വഞ്ചനാക്കി തിന്നരെ അങ്ങനത്തെ ഒരു ഹറാമായ ആഹാര നിന്റെ തടിക്ക് പോകു തീറാ നിന്റെ പെഞ്ഞായി മക്കൾക്ക് നല്ല ആഹാരം കൊടുക്കണോ നിന്റെ ഉമ്മാപ്പക്ക് നല്ല ചെലവ് കൊടുക്കണോ പിന്നെയും തെല്ല് ഒളിഞ്ഞെങ്കിൽ പള്ളിക്ക് കൊടുക്കണോ മദ്രസ കൊടുക്കണോ പാവപ്പെട്ട ആൾമാരുള്ളാറില്ലേ അക്കെന്തെങ്കിലും ഒരു സഹായാക്കണോ ഇവിടെ സംഘടന ഉണ്ടല്ലേ ദീനീ ദാവത്ത് നടത്തലല്ലേ അതൊക്കെ എന്തെങ്കിലും ഒന്ന് കൊടുക്കണോ ഇപ്പൊ SYS ദിനക്കൊന്ന് രൂപയുടെ ഒരു യോജന ലഭിച്ചു ദിനക്കൊന്ന് രൂപ SYS ഉള്ള സംഘടന അൽഹംദുലില്ലാ നല്ല നല്ല സൊറാക്കിയുണ്ട് അതിൽപ്പെട്ട ഒരു സൊറായിട്ടിക്ക് എല്ലാ മോത്തിനും പോയിട്ട് മങ്ങിലത്തെ സുധാരണാക്കുള്ള ഒരു അഭിയാനം നല്ല ചെലവുണ്ട് ഓഫീസിക്ക് ബാഡി കൊടുക്കുന്നുണ്ട് ഓഫീസിലുള്ള സ്റ്റാഫിക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് അങ്ങനെ തിങ്ങൾക്ക് ലക്ഷത്തോളം ഖർച്ചുണ്ട് പൈസ ഇല്ല അയക്കുന്ന ഒരു പ്ലാൻ ഇട്ട ദിനക്കൊന്ന് രൂപ ഓരോ കാര്യകർത്ത 1 രൂപ ഓൺലി 1 രൂപ ഒരു നാല് ഒരു ചായ കുടിക്കണമെങ്കിൽ 15 രൂപ ഒരു സമൂസം എടുത്തെങ്കിൽ 25 രൂപ കാഫി ആയെങ്കിൽ 30 രൂപ അല്ലേ ഞങ്ങൾ കേൾക്കുന്ന ഒരേ 1 രൂപ തിങ്ങൾക്ക് 30 ആരും കൂടെ തുടങ്ങിയിട്ടില്ല ഉസ്താദ്
കൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ മുട്ട ബറുവാർ അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ആക്കണം. അങ്ങ ಬಂದಿല്ലേ നിങ്ങൾ കേൾക്കണം. എന്തായിട്ട് ഉസ്താദ് ചോദ്യം എന്ത് ಬಂದಿട്ട് 4 രൂപ ഈസി അല്ലേ? ഡബ്ബി കിട്ടിട്ട് വെച്ചെങ്കോ സ്കാൻ ആക്കിങ്കോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവനെ ചൊന്നോണ്ട് വന്നേ ഈ നിലക്കൂടെ ദീനി ദഅവത്തുക്ക് ഞാൻ പൈസ കൊടുക്കണോ ഇങ്ങനെല്ലാം നിയത്താക്കിട്ട് ഒരുത്ത റിക്ഷ ഡ്രൈവിംഗ് പോയെങ്കിൽ അവനാക്കിയ ഡ്രൈവിംഗ് ഇബാദത്തായിട്ടിരിക്കരുത്. നിസ്കരിച്ചേ കൂലി കിട്ടില്ലേ? നോമ്പിടിച്ചേ കൂലി കിട്ടില്ലേ? കൂലി കിട്ടില്ലേ? അങ്ങനെ റിക്ഷ ഡ്രൈവിംഗ് ആക്കിക്കും കൂലി. സ്വർത്ത് പോയിട്ട് സിമെന്റ് ചെത്തിക്കും കല്ല് ചെത്തിക്കും കൂലി. സിമെന്റ് സാധനാക്കിക്കും കൂലി. യന്ത്ര സ്വറാക്കിക്കും അതൊക്കെ ഇബാദത്തായിട്ടിരിക്കരുത്. ഇതായിട്ട് ഇസ്ലാം എത്ര ചന്ത നോക്കും. എന്തോ ആക്കാം, പക്ഷെ നീയത്ത് നല്ല നിങ്ങൾ തുണ്ണുകയല്ലേ? ഉണ്ണിട്ട് അതിലെ ഒലിഞ്ഞ മുള്ളിക്കല്ലേ? കോലിന്റെ മുള്ളു മീനിന്റെ മുള്ളല്ല അതിലെന്താക്കാറ്? നിങ്ങൾ എരിയാറല്ലേ? എരിയുമ്പോത്തുകൂ നീയത്ത് വെക്കണം. ഈ ഞാൻ എറിഞ്ഞുകൊണ്ടുള്ള ഈ ആഹാരത്തെ അവശേഷ ഇത് ഏതെങ്കിലും ജീവികൾക്ക് പോണു, ഏതെങ്കിലും പക്ഷിക അല്ലെങ്കിൽ ഏതെങ്കിലും ജീവികൾക്ക് പോയിട്ട് അതൊരു ആഹാരം ആവണോ ചെന്നിട്ട് നീയത്താക്കിട്ട് എറിഞ്ഞെങ്കിൽ നീ ആ ജീവിക ആഹാരം കൊടുത്ത് കൂലി നീയത്താക്കിയ എങ്കിൽ ഏറ്റവും നല്ല നീയത്താക്കണമായ സന്ദർഭം അത് നിക്കാഹുടെ സന്ദർഭമായിട്ട്. നിക്കാഹ് എന്ത് നീയത്താക്കണമെന്നുണ്ടാ? 3 വിഷയം നീയത്താക്കണം. ഒന്ന്, ഞാൻ സുന്നത്തിനെ പാലനാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് മൻ അഹബ്ബ സുന്നതി മൻ അഹബ്ബനി മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബനി ദഖലൽ ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, ആരെങ്കിലും ഒരാൾ നിന്റെ സുന്നത്തിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവന് നന്റെ ഇഷ്ടപ്പെട്ട നന്റെ വൃത്ത ഇഷ്ടപ്പെട്ടെങ്കിൽ അവനക്ക് സ്വർഗ്ഗ ഗ്യാരണ്ടി. അതുകൊണ്ട് നിക്കാഹ് നാൻ അവിടെ നാൻ മങ്ങിലാവിടെ എന്തുകൊണ്ടുണ്ടാ? നന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളെ സുന്നത്തായിട്ട് നിക്കാഹ്. അതുകൊണ്ട് നാൻ നിക്കാഹ് അവിടെ മങ്ങിലാവിടെ ഇതായിട്ടിക്കണു ഒന്നാമത്തെ സുന്നത്ത്. അപ്പൊ ഇവിടെ ഉള്ള ആരാൽമാരും മങ്ങിലായെങ്കിലുള്ള അല്ലേ? ഇവിടെ സദസ്സിൽ ആരും മങ്ങില ഒരു മങ്ങിലും ആവാത്ത ആരും ഇല്ലാണ്ട് കാണും. അപ്പൊ ഞങ്ങൾക്ക് ഇതെല്ലാം ഞങ്ങൾ ഇപ്പൊ ഇത് പഠിച്ചത് എന്താകുന്നു? മക്കൾക്ക് മങ്ങിലാക്കു പൊതുതേടുക പോണ്ടില്ലേ? അപ്പൊ മോണ്ടി വിളിച്ചു, മോണോ ഒരു വിഷയ നീ മങ്ങിലാവിടല്ലേ? നീയത്ത് വേ എന്തിനായിട്ട്? ഞാൻ മങ്ങിലാവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ സുന്നത്തുകായിട്ട് ഇതായിട്ട് ഒന്നാമത്തെ നീയത്ത്. രണ്ടാമത്തെ നീയത്തുണ്ട്. എന്തുകൊണ്ടുണ്ടാ? ഹറാമിൽ നിന്ന് ഞാൻ ബച്ചവാവണോ. മനുഷ്യ സഹജമായിട്ട് ഈ കാമാജുല പെണ്ണിരൊട്ടികളുള്ള ഒരു പീസ് ഒരു ആശ, പെണ്ണിരൊട്ടികളുള്ള ഒരു കൊതി, ആ കൊതിരെ പേര് ഹറാമാക്കുതീറ. അന്യ പെണ്ണിട്ട് ബോധീറ കണ്ട പെണ്ണുമക്കളെ നോക്കിക്കൊണ്ട് കൂതീറ. മൊബൈലിലും മറ്റും ആ പെണ്ണുമക്കളെ വീഡിയോയും ചിത്രവും നോക്കിയിട്ട് എൻജോയ് ആക്കൂതീറ ഹറാമായിട്ട്. ആ എല്ലാ ഹറാമുടെ ഡോറും ബന്ധാക്കുമായിട്ട് ഞാൻ മങ്ങിലാവിടെ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, നിങ്ങൾ എന്ത് നല്ലതാക്കിയെങ്കിലും അതിക്ക് കൂലി ഉണ്ട്. എന്ത് നല്ലതാക്കി കുല്ലു മഅറൂഫിൻ സദഖ. നിങ്ങൾക്ക് പ്രത്യേക നല്ലതും അത് സദഖത്തെ കൂലിയായിക്കൊണ്ടു. ഉദാഹരണക്ക് എത്രത്തോളം എന്തുണ്ടാ? നിങ്ങൾ ചങ്ങാടെ കാണുമ്പോ ഒരാളെ കാണുമ്പോ ഒരു മുസ്ലിം സഹോദരനെ കാണുമ്പോ ഒരു സ്മൈൽ ഈസ് എ ചാരിറ്റി. ഒരു സ്മൈൽ, ഒരു പുഞ്ചിരിക്കടെ. ആ പുഞ്ചിരിക്ക് കൂലി ഉണ്ട്, കൂലി കിട്ടും. ഇപ്പൊ അവരെ കഷ്ടം പുഞ്ചിരിക്കുന്ന ചിരിക്ക ഇപ്പൊ തമാശ കഴിച്ചിരിക്കുക, അതൊക്കെ ശിക്ഷ, കൂലിയല്ല. പുഞ്ചിരിക്കുന്നത് ഭാര്യ കഷ്ട. അതേ സമയത്ത് ഒരു മൂമിന്റെ കണ്ടപ്പോ ഇതൊരു സുന്നത്ത് ഉണ്ട് വിചാരിച്ചിട്ട് പുഞ്ചിരിച്ചെങ്കിൽ അതിക്ക് കൂലി കിട്ടും. ആണ് ചൊന്നു ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്റെ പെഞ്ഞായിരട്ടിക പോയിട്ട് നീ കുസ്തിയാക്കണമെന്നുണ്ടല്ലേ, പെഞ്ഞായിരട്ടിക കിടന്നിട്ട് എൻജോയ് ആക്കണമെന്നുണ്ടല്ലേ, അതൊക്കെ നിക്ക് കൂലി ഉണ്ട്. സ്വഹാബത്ത് വണ്ടർ നബിയെ അത് ഞങ്ങളെ ഒരു എൻജോയ്, ഞങ്ങളെ ജോലിയല്ലേ നബിയെ? ആ പെഞ്ഞായിട്ട് പോയിട്ട് ഖുഷിപ്പെട്ടത് ഞങ്ങളെ ജോലിയല്ലേ, അതൊക്കെ കൂലി ഉണ്ടാണ്. അപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുകേക്കട്, നിങ്ങ മീത്തും ആ ജോലി ഉണ്ടല്ലേ, പെഞ്ഞായിരൊട്ടി നിങ്ങൾ നടത്തുന്ന ആ ഒരു എൻജോയ്മെന്റ് ഉണ്ടല്ലേ, അത് മീത്തും നിങ്ങൾ ഹറാമായ രൂപത്തിലാക്കിയിട്ടില്ലെങ്കിൽ അതിക്ക് ശിക്ഷ കിട്ടലാത്ത. അതിന് ബദലായിട്ട് നിങ്ങൾ എന്താക്കിയാറ്? ആ എൻജോയ്
ഹലാലായ രൂപത്തിൽ നിക്കാഹായ പെണ്ണിനൊട്ടിക്ക് നിങ്ങൾ ആക്കിയത് കൊണ്ട് അതിക്കും നിങ്ങൾക്ക് കൂലിയുണ്ട്. വെറുതെ പ്രത്യേകം അല്ലാഹു കൂലി ഞങ്ങൾ നിയത്തിനല്ല. അതുകൊണ്ട് മങ്ങിലാവുടെ ഉദ്ദേശമേ ഹറാമുടെ ചെറുബന്ധാക്കലായിട്ട്. പിന്നെ മൂന്നാമത്തെ ഒരു നിയത്തുണ്ട്. എന്തുകൊണ്ടാ? നല്ല പിന്നെ സന്താന ഭാഗ്യമുണ്ട്, സന്താന ഇവിടെ ചെമ്മ മക്ക വേണം. ഞങ്ങ മാത്ര ഇന്നിട്ട് മങ്ങിലായിട്ട് ജോലിയായിട്ട് പെഞ്ഞായിട്ട് കളിച്ചോണ്ട് ചെയ്യുമ്പോല ഒരു നല്ല ഒരു മക്കളെ പരമ്പര ഇവിടെ വേണോ. ഒരു മനുഷ്യ മരിച്ചെങ്കിൽ അതുകൊണ്ട് എല്ലാം എക്സെപ്റ്റ് 3 വിഷയം മാത്രം കൊണ്ടോട്ടിക്കൊണ്ട് ബാക്കിയെല്ലാം പിറവുണ്ട്. 3 വിഷയം മാത്രം കൊണ്ടോട്ടിക്ക് പോകണ്ടേ. ഒന്ന് ജാരിയായ സ്വതക്ക. ജാരിയായ സ്വതക്ക നിങ്ങൾ എപ്പവും കൂലി കെട്ടി ഓടിക്കുന്ന സ്വതക്ക. ഉദാഹരണക്ക് ഇപ്പൊ ഒരു മിസ്കിന് വന്നിട്ട് 10 രൂപ തരുന്നൊക്കെ പൈക്ക് ഉണ്ണു തിന്നുകൊണ്ട് 10 രൂപ നിങ്ങൾ കൊടുത്താറ് കൂലി കിട്ടിയത് നല്ല സവാബ്. ഒരാൾക്ക് ആഹാരം കൊടുക്കുന്നുണ്ടല്ലേ, അത് ചെറിയ വിഷയം എന്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരാളൊക്കെ എടുത്ത് മൽ ഇസ്ലാം ചെന്നെങ്കിൽ എന്തിനുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം ഏത് അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വയ്യിബുൽ കലാം, ഗുഡ് ടോക്ക്, നല്ല പലക്ക. പിന്നെ ആഹാരം കൊണ്ടുപാട്ടത്. അതുകൊണ്ട് റിസ്ക് ആഹാരം കൊടുക്കുന്നത് ഈ കേട്ടുണ്ടാ അത് എന്തിന് നിങ്ങൾ കെട്ടിട്ടുണ്ട്? നിങ്ങൾ ചോറ് നോക്കത്തില്ല. നിങ്ങളൊത്തിണ്ടോ നിങ്ങൾ ഒട്ടി ഒരു 4 ആളെ ഇപ്പൊ ചോറ് നോക്കടുത്ത് നിങ്ങൾ വേണ്ടയോളാ. പക്ഷെ ഞങ്ങൾക്ക് കൂലി കിട്ടുവനെ. അതുകൊണ്ട് സ്വതക്ക ചോറ് ആഹാരം നല്ല വിഷയമേ. പക്ഷേ ആഹാരത്തിൽ നിങ്ങൾ പൈസ കൊടുത്താൽ അല്ലെങ്കിൽ ആഹാരം കൊടുത്താൽ കൂലി കിട്ടിട്ട് തീ തുടങ്ങി. അതേ സമയത്ത് കൂടെ നിങ്ങൾ ഒരു പള്ളി കെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഒരു മദ്രസ കെട്ടുകൊണ്ട് അയക്ക് നിങ്ങൾ സ്വതക്കാക്കിയാൽ നിങ്ങൾ മരിച്ചാർ പള്ളി ആ പള്ളിയിൽ നിസ്കാരയോ എപ്പെല്ലാം ആ പള്ളിയിൽ നിസ്കാരം അപ്പെല്ലാം അതിലൊരു കൂലി ഇങ്ങനെ കബർ വന്നോണ്ടിരിക്കും. എത്രത്തോളം അത് ആ പള്ളിന് ജാഗ കൊടുത്തെങ്കിൽ ആ ജാഗ ക്യാമെന്നുള്ളത് ഒഫല്ലേ പള്ളിയിലെ ജാഗ. എങ്കിൽ ആ ക്യാമെന്നാളത്തോളം നിങ്ങൾക്ക് അക്കൗണ്ട് കൂലി കിട്ടിക്കൊണ്ടിരിക്കും. ജാരിയായ സ്വതക്ക. അപ്പൊ ഈ ജാരിയായ സ്വതക്ക അത് മരിച്ചെങ്കിലും തീർല. പിന്നെ ഉപകാരമുള്ള നല്ല ഇൽമു പഠിച്ചും കൊണ്ടല്ലേ അതിരെ ഇത് തീർല. അതിരെ സവാബ് നീള കബൂൽ. കാരണം വെറും പഠിച്ചമയോ ആ പഠിച്ചതനുസരിച്ചിട്ട് നിങ്ങൾ ആക്കിയതുണ്ടല്ലേ അതിരെ സവാബ് നിങ്ങൾക്ക് എപ്പം നിരന്തരമായിട്ട് വന്നോണ്ടിരിക്കണേ. 3 ചൊല്ലുന്നത്. മൂന്നാമത്തേത് വലദുൻ സ്വാലിഹായ മക്ക. സ്വാലിഹായ മക്ക അങ്ങ് നിങ്ങക്ക് വലിയ സമ്പത്തായിട്ട് മുഹമ്മദുർ റസൂലുള്ളാഹ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. ഒരു മനുഷ്യകുള്ള ഒരു മോനു ഒരു കിടാവ് ഒരു മോളു. ആ മോളു നല്ല സൊറാക്കിടാല് അബ്ബ മരിച്ചിട്ട്. പക്ഷെ ഹയാത്ത് കാലത്തിൽ അബ്ബ പഠിപ്പാട്ടി ഇൽമുണ്ട്. ഹയാത്ത് കാലത്തിൽ അബ്ബ പഠിപ്പാട്ടിയ സംസ്കൃതി ഉണ്ട്. ആ ഇൽമുളും സംസ്കൃതിയും വെച്ചിട്ട് അവളാക്കിട നല്ല സ്വരം കൊണ്ടല്ലേ, മോണ് ആക്കിട നല്ല സ്വരം കൊണ്ടല്ലേ അതിലെ സവാബ് അബ്ബ കിട്ട്. മക്കൾക്ക് പഠിപ്പാട്ടണോ ഒരു അബ്ബ മക്കൾക്ക് നിസ്കരിക്ക് പഠിപ്പാട്ടിട്ട് അല്ലെങ്കിൽ ഉസ്താദ്മാർക്ക് ചെന്നിട്ട് പഠിപ്പാട്ടിട്ട് ആ കിടാവ് നിസ്കരിക്കുമ്പോ എല്ലാം അതിലെ ഒരു കൂലി അബ്ബടെ കബറും കിട്ട് അബ്ബക്കും കിട്ട്. എന്തേ കാണ നിസ്കരിക്ക പഠിപ്പാട്ടി ഈ അബ്ബ നിങ്ങൾ എന്തെല്ലാം മക്കൾക്ക് നല്ലത് പഠിപ്പാട്ടാറാ ആ നല്ലത് പഠിച്ചതെല്ലാം അതിലെ കൂലി നിങ്ങൾക്ക് കിട്ട്. അതുകൊണ്ട് അതേപോലെ നിങ്ങൾ ഒരു മോണ്ടെ നിങ്ങൾ ആലിമാക്കിയാറുണ്ട് വെക്കാ. ഒരു മോണ്ടെ ഒരു ആലിമാക്കിയാൽ ഇപ്പൊ നിങ്ങളൊട്ടിക്ക് നിങ്ങളെ മോണ്ടെ എന്താക്കേണ്ടി കേട്ടെങ്കിൽ നക്കും നിങ്ങൾക്കും എല്ലാവർക്കും ചൊല്ലുള്ളത് വന്നേ ഡോക്ടർ എഞ്ചിനീയർ അല്ലേ. അതേ സമയത്ത് എന്റെ മോണ്ടെ ആലിമാക്കാണ് ചൊല്ലെങ്കിൽ എത്ര ആളുള്ളാറുണ്ടാക്കൊന്നില്ല. പക്ഷേ ഒരു മോണ്ടെ നിങ്ങൾ ആലിമാക്കിയാറ്. ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹസനുണ്ട്.
ഇബ്രാഹിം ഹാസൻ ഉസ്താദ് ഒരു ആര്യമായിട്ട് അയാൾ 52 വർഷം മുന്നുള്ള മരിച്ചിട്ട് ഞങ്ങപ്പ കണ്ണോക്ക് പോയി നന്റെ പോലെ ആയിരക്കണക്കിൽ കാര്യകർത്തമാരും നേതാക്കന്മാരും അവിടെ വന്നിട്ട് യാസീനോദിയാറ് ദ്വാരെന്നാറ് അതെല്ലാം സവാബ് ഇയാളെ അബ്ബകേറ്റിട്ട് കാരണം എന്തേ അത്തരാൽ ഔത്തുബിൽ പാടിയിട്ട് ഓതുപാടുണ്ടെങ്കിൽ എത്രമാ ചെലവാക്കുന്നിട്ട് ഇയാൾക്ക് അതൊന്നും അകത്തെ വന്നിട്ട് കാരണം അയാളൊരു ആലിം അയാൾ സുന്നത്ത് ജമാഅത്തിലെ സംഘടനയിൽ സ്വറെടുക്കിടാല് അതുകൊണ്ട് ആ സംഘടനയുടെ നായകന്മാരെല്ലാം വന്നിട്ട് അവിടെ ഹദിയാക്കാറ് അയാളൂടെ ദർസിൽ പഠിപ്പാട്ടുണ്ട് ആ പഠിച്ച മുത്തഅല്ലിമീങ്ങ ഇൽമു പഠിച്ചോണ്ടുള്ളാറ് ആ ഇൽമു പഠിപ്പിക്കുമ്പോ അങ്ങ എപ്പല്ല പഠിക്കിടാറ് അപ്പല്ല ഇയാളെ അബ്ബടെ ഖബർക്ക് പോണ്ട് കാരണം അങ്ങ് പഠിപ്പാട്ടക്കുള്ള ഇൽമു ആക്കി കൊടുത്താൽ അയാളെ മോണു ഇങ്ങനെ ആ മക്ക പിന്നെ ഒരു അയാൾ 100 മക്കൾക്ക് മുത്തഅല്ലിമക്ക് പഠിപ്പാട്ടി ആ 100 മുത്തഅല്ലിമീങ്ങ വേറെ ബലിയായിട്ട് ആലിമായിട്ട് പിന്നെ 100 മക്കൾക്ക് പഠിപ്പാട്ടിട്ട് അങ്ങനെ ഖിയാമത്ത് നാളത്തോളം ആ പരമ്പര പോകുമ്പോ ആരെല്ലാം അത് അനുസരണാക്കിടാറ അതിലെല്ലാം സവാബ് ഇയാളെ അപ്പടെ അക്കൗണ്ട് കിട്ടു അങ്ങനെ മക്ക ഒരു മോണ് സ്വാലിഹായെങ്കിൽ ഉള്ള ഉപകാര അത് ചില്ലരൊന്നുമല്ല അതുകൊണ്ട് മങ്ങിലാമ്പത്തുള്ള നീയത്ത് ഒന്നു സ്വാലിഹായ മക്കനക്ക് വേണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പ്രത്യേകമായിട്ടും അത് ചൊന്തു എന്തേ വതസവ്വജു ഫഇന്നി മുകാതിറും ബിക്കും അൽ ഉമം നിങ്ങൾ മങ്ങിലായിട്ട് എന്താക്കണു നല്ല മക്കളെ ഉണ്ടാക്കണു നിന്റെ മക്ക ജാസ്തി ആക്കിട്ടാകുമ്പോ നിന്റെ ഉമ്മത്ത് ചെമ്മ നാന് ഈ മഹ്ശറിലെത്തുമ്പോഴത്തേക്കു എല്ലാ നബിമാരും ഉമ്മത്ത് ഇക്കിടാറല്ലേ നന്റെ ഉമ്മത്തിങ്ങ ചെമ്മ കാണ്ടത് നക്ക് ഭയങ്കര കുസിയാവുടു ഒരു മുഅ്മിനായ മനുഷ്യരുടെ ആശ എപ്പോഴും എന്തിനെ കൊണ്ടുണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുസിയാക്കൽ നബി തങ്ങളെ കുസിയായെങ്കിൽ സ്വർഗ്ഗത്തിൽ ഗ്യാരണ്ടി അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുസിയാക്കുള്ള ഒരു സ്വതന്ത്രേ മക്ക ചെമ്മ വേണു തനാക്കഉൽ വലൂദൽ വദൂദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മങ്ങിലാണ് എങ്ങനത്തെ പെണ്ണ മങ്ങിലാണോ ചെമ്മ മക്കളുള്ള മക്ക പെണ്ണ് മക്കളെ മങ്ങിലാണ് അതന്നെ കൊന്തവിടെ അതല്ല ഫാമിലി നോക്കി കൊന്തവിടെ അവളെ ഉമ്മക്ക് 10 മക്ക അവളെ ബോമക്ക് 18 മക്ക ബോബയുടെ ഉമ്മക്ക് 25 മക്ക അപ്പൊ അങ്ങനെ ഫാമിലിയുള്ള മക്ക യാരത്തെങ്ങ അതുകൊണ്ട് ഓൾക്കും മക്ക യാരേക്കൊണ്ട് വിചാരിച്ചിട്ട് മങ്ങിലാവണം ചെമ്മ മക്ക ഉണ്ടാകും 1 സാക്കു ചൊല്ലത് അത് ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് എത്ര മക്കളെ നമുക്ക് ഉണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ബർക്കത്ത് കുറടിയായി കൊണ്ടുണ്ടാ നിങ്ങൾക്ക് അള്ളാഹുടെ വിശ്വാസമില്ല അള്ളാഹുടെ വിശ്വാസത്തിൽ എന്തൊക്കെ ഒന്നിച്ചേണ്ട നിപ്പാട്ടി നോക്കണ്ടേ ഞങ്ങളെ നോക്കിയത് ഞങ്ങളെ നോക്കിയത് റബ്ബല്ല ആ റബ്ബല്ല മക്കളെ നോക്കണേ അതുകൊണ്ട് അത് അള്ളാഹു റിസ്ക് കൊടുക്കണം അള്ളാഹുവായിട്ട് അതുകൊണ്ട് മക്കളെ ജാസ്തിയാക്കണം ചൊന്നിട്ടു വിശുദ്ധ ഇസ്ലാം പഠിപ്പാട്ട് ഇക്കടുന്ന ചൊന്നുകൊണ്ട് വന്ന വിഷയ ഉണ്ട് മങ്ങിലാമ്പത്തുള്ള ഒരു നീയത്തതായിട്ട് മക്ക നല്ല സ്വാലിഹായ ചെമ്മ മക്കനക്ക് ഉണ്ടാവണു ഇനി മങ്ങില ഇത്ര നീയത്ത് വെച്ചിട്ട് എവിടെ പോണു പെണ്ണ് സെലക്ട് ആക്കി പോണു അതിൽ എൻഗേജ്മെന്റ് ഫസ്റ്റ് സ്വരം എൻഗേജ്മെന്റ് അത് എങ്ങനായിട്ടിക്കണു ആരെ സെലക്ട് ആക്കണു അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജൊന്തു തുൻകഹുൽ മർഅതു ലി അർബ 4 വിഷയത്തുകായിട്ട് നോക്കിട്ടായിട്ട് സാധാരണ മങ്ങിലാണ് 4 വിഷയം നോക്കാറ് ഏതല്ല ലിമാലിഹാ വലി ഹസബിഹാ വജമാലിഹാ വലിദീനിഹാ 4 വിഷയം നോക്കാറ് ഒന്ന് ഞങ്ങളെ ചന്ത എങ്ങനെയുള്ള ആളുണ്ട് ചന്ത നോക്ക ചന്ത വേണു നോക്ക പിന്നെ ഹസബ് ഫാമിലി പക്ഷെ ചന്തത്തിന് ഒരു ലിമിറ്റ് ഉണ്ടാവും ചന്ത ഉണ്ട് അത് എപ്പോ പോണുള്ള സാധ്യത അള്ളാഹു കാക്കട്ടെ നല്ല ചന്തത്തെ പെണ്ണ് ഒരു ആക്സിഡന്റ് ആയിട്ട് മുകളിലെ പൊടി എഴുത്തി എല്ലാം പോയി പിന്നെ പിന്നെ ചന്ത ചൊല്ലത് അത്രമേ അത് എപ്പോഴും പോകും പിന്നെ ഹസബ് കുടുംബ ഫാമിലി നോക്കണം അത് നോക്കി നല്ല വിഷയമേ ഫാമിലി നോക്കണം തറവാട് നല്ലതാണ് പക്ഷെ എത്രേ നല്ല തറവാടായെങ്കിലും ആ തറവാടില് എന്തെങ്കിലും ഒരു ബിറുക്ക് വന്നെങ്കിൽ ആ തറവാടിൽ എന്തെങ്കിലും വേണ്ടാത്ത സ്വരം നടന്നു പോയെങ്കിൽ കമ്പ്ലീറ്റ് മര്യാദ പോയി അതുകൊണ്ട് ഫാമിലിയിലെ ഒരു ചന്ത വലിയ ഫാമിലി അതൊന്നും വലിയ ഉപകാരമില്ല
പിന്നെന്തര് പിന്നെ ജമാലിഹ പിന്നെ മാലിഹ മാൽ സ്വത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ നോക്കാം. പക്ഷെ എപ്പോ സ്വത്ത് കാര്യമാവുള്ളൂ വലിയ കോട്യാധിപതി ലക്ഷാധിപതി ഭിക്ഷാധിപതി അവിടെ ഞാൻ കണ്ടുള്ളൂ. കോട്യാധിപതി എന്നും ഇല്ലാണ്ട് ഭീതിക്ക് കണ്ടുള്ള. അതുകൊണ്ട് അതും ധൈര്യത്തെ ബതുക്കൽ. അതേ സമയത്ത് ദീനിന്റെ നീന് നോക്കിയിട്ട് സെലക്ട് ആക്കിയെങ്കിൽ നീ ഗന്ത് പോയേ. ദീന് നോക്കിയിട്ട് നീ സെലക്ട് ആയെങ്കിൽ നീ ഗന്ത് പോയേ. ആണല്ലേ ദീന് നോക്കിട്ട് ഒരു പെണ്ണിന് ദീന് നോക്കിയിട്ടായിട്ട് ഒരു പെണ്ണിനെ സെലക്ട് ആക്കിയതെങ്കിൽ ചന്ത അത് അവന്റെ കൽബുക്ക് അല്ലാഹു അവന്റെ കണ്ണ് കിട്ടി കൊടുക്കലായിട്ട് പേര് ആ പെഞ്ഞാരുടെ മൂലക്ക് നല്ല മക്കളെ ഉണ്ടാക്കിയിട്ട് സമാജത്തിന് സമർപ്പണാക്കിയെങ്കിൽ ആ മക്കളെ കാരണത്തിന് കുടുംബത്തിന് പേര് പണ്ട് സ്വത്തു അല്ലാഹു എപ്പോഴും തറ ആർക്കും തറ. അതുകൊണ്ട് ദീനെ നോക്കിയിട്ട് നീ സെലക്ട് ആക്കി നല്ല മക്ക കിട്ടിയിട്ട് നല്ല കുടുംബമായിട്ട് എല്ലാ നിലക്കും ഇസ്സത്ത്. അതുകൊണ്ട് എൻഗേജ്മെന്റ് നോക്കണായ ഒന്നാമത്തെ വിഷയ പെണ്ണിന്റെ ദീന്. അങ്ങനെ പെണ്ണിന്റെ ഫാമിലി ആണ്ട് ദീന് നോക്കണോ. ആണ്ട് പൈസ നോക്കണല്ല, ആണ്ട് ചന്ത നോക്കണല്ല, അവന്റെ ഫാമിലി സ്റ്റേറ്റസ് നോക്കണല്ല, പിന്നെ ദീന് നോക്കിയാ ദീന് പച്ചവായി പോയേ. അങ്ങനെ എന്താണോ ആണല്ലേ നമുക്ക് എന്തപ്പം പെൺമാൻ ബ്രാൻഡഡ് അല്ലേ. ബ്രാൻഡഡ് അദ്ദുന്യ മച്ചാ വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദിന്യാവുള്ള എന്തെല്ലാം ചരക്ക് ദിന്യാറുള്ള എല്ലാം ചരക്ക് മാലുങ്ങ. ഈ ദിന്യാറുള്ള ബംഗാറും വെള്ളിയും വജ്രവും വൈഡൂര്യവും ആണിങ്ങവും സമ്പത്തും എല്ലാം ചരക്കുങ്ങ. എല്ലാ ചരക്കിടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ചരക്ക് അത് അൽ മർഅതു സ്വാലിഹ, സ്വാലിഹത്തായ പെണ്ണ്. നിങ്ങൾക്ക് നിങ്ങളോട് നല്ല ഡ്രസ് ഇടുമ്പോ നിങ്ങൾ ബ്രാൻഡ് നോക്കടാ, ഷൂ ഇടുമ്പോ നിങ്ങൾ ബ്രാൻഡ് നോക്കടാ. എല്ലാ വിഷയത്തിലും ബ്രാൻഡഡ് ഐറ്റം ആണോ, നല്ല ക്വാളിറ്റി വേണം അല്ലേ. എങ്കിൽ പെണ്ണിലും നിങ്ങൾ ബ്രാൻഡഡ് നോക്കണം. ഏത് ബ്രാൻഡ്? സ്വാലിഹാജുല്ല ബ്രാൻഡ് അതായിട്ടിക്കണോ എപ്പോഴും നിങ്ങളെ പെണ്ണിന്റെ സെലക്ഷൻ. അങ്ങനെ നിങ്ങൾ പോയാ എവിടെ പോയാ എൻഗേജ്മെന്റ് പോണ എങ്ങനെ എല്ലാരും കൂട്ടിക്കൊണ്ട് പോകണ്ടല്ല. പോണായത് നോക്കൽ സുന്നത്തുള്ളത് പോണുക മാത്രം. ഉമ്മനെ കൂട്ടിയ പോവാ. ഉമ്മ നോക്കൽ സുന്നത്തൊന്നുമല്ല. അബ്ബ നോക്കുക തീർ. അബ്ബക്ക് അന്യ പെണ്ണെ അത് നിക്കായാൽ പിന്നെ സ്വന്തം പെണ്ണ അവിടെ. അതുകൊണ്ട് എൻഗേജ്മെന്റ് പേരില് എന്തല്ല ആരെയും കൂട്ടി പോയിട്ട് അലിയമാർ നോക്കണേ, പിന്നെ ബാബിമാർ നോക്കണേ, എല്ലാവരും ടെസ്റ്റ് ആക്കി പാട്ട് അങ്ങനത്തെ ഇല്ല. സുന്നത്തായിട്ട് പെണ്ണ് നോക്കൽ സുന്നത്ത്. അവളുടെ മുഖ നോക്കണം, അവളുടെ സൗന്ദര്യം കൊണ്ടാവും, അവളുടെ മുങ്കൈ നോക്കണം, അവളുടെ തടിരെ പാറവും സപ്പറവും പുഷ്ടിയും കൊണ്ടാവും. അത്രമേ സുന്നത്ത്. അതേ സമയത്ത് ഇണ്ടങ്ങനല്ല അന്യപുരുഷന്മാർക്ക് അവളുടെ കാട്ട് അതില്ല. അങ്ങനെ എൻഗേജ്മെന്റ് പേരില് എന്തെല്ലാം നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു ചോക്ലേറ്റ് ഹാമ്പസ് ചോക്ലേറ്റ് കെട്ടുമ്പോൾ 10 15 25,000 ചൊല്ലുമ്പോ പെണ്ണെ ചിരിക്കണം എന്ന് ഉസ്താദ് ഈ കാലത്തുണ്ട്. അതെല്ലാം പോയിട്ട് 50 ലക്ഷം അത്രയും ചോക്ലേറ്റ് ഹാമ്പസ്, ഡ്രസ് ഹാമ്പസ്, പിന്നെ കേക്ക് ഹാമ്പസ്, ഡ്രൈ ഫ്രൂട്ട്സ് ഹാമ്പസ്, പിന്നെ അങ്ങനെ ഒരു കുറെ ഹാമ്പസ് ഗുച്ഛങ്ങളെ ഒരു റാലി ചോക്ലേറ്റ് റാലി എല്ലാം ഓർത്ത് സാളായിട്ട് ഓർത്ത കയ്യിൽ അത് പാക്ക് പിന്നെ പാക്ക് എല്ലാത്തിലും സാളായിട്ട് പോകേണ്ട ഒരു അവസ്ഥ. അതിലൊട്ടൊരു മുസാഫ് ഉണ്ട്. ഒരു മുസാഫ്, ഒരു മൊബൈലോട്ട് മുസാഫ്. എന്ത് അത് ബർക്കത്ത്. സുബ്ഹാനല്ലാഹ്. ഒന്നുകൊണ്ടാ അതുകൊണ്ടല്ല ഈ മുസാഫ് പിടിച്ചിട്ട് ഒന്നുകൊണ്ടാണ്. അല്ല ഖുർആൻ ഓതും കൊണ്ടായെങ്കിലും കൊടുത്ത മൊബൈലിലേക്കിടല്ലേ. സുബ്ഹാനല്ലാഹ്. ഇതായിട്ട് തുടക്കം സ്റ്റാർട്ട് എൻഗേജ്മെന്റ് ആയിട്ട് സ്റ്റാർട്ടിങ് അല്ലേ. എൻഗേജ്മെന്റ് ഹറാമിൽ തുടങ്ങടേ. അന്യാണും പെണ്ണും മിക്സ് ആയിട്ട് പോയിട്ട് അവിടെ ഒട്ടിക നിക്കടേ. പെണ്ണിനൊട്ടിക ആണ് നിക്കൽ. ഒരു ജായിസുമില്ല. ഫോട്ടോ എടുക്കടേ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പിന്നെ എന്തെല്ലാം നടക്കടേ. എൻഗേജ്മെന്റ് ആയാലും പിന്നെ ഒട്ടിക ഹോട്ടലിൽ അന്ത് എന്തെല്ലാം ടൈമില്ല. സുത്താട്ട ചുത്രവിള. പിന്നെ
പിന്നെ എന്തെല്ലാം ഉണ്ട് സർപ്രൈസ് വിസിറ്റ് ഓൺ സഡനെ ചങ്ങായിമാർ പോണ്ടേ അവളെ പോയിട്ട് അവളെ നോക്കിട്ട് അവളെ കൂട്ടിയ പോണ്ടേ ആ വാട്ടറിൽ പോണ്ടേ തിമ്മാട്ടില് ആണ് അവള് പറഞ്ഞാല് അവളെ ഫ്രണ്ട്സിനെ കുട്ടിയെ പോണ്ടേ ഒത്തു പോണ്ടേ സഡൻ ഔത്തുകളെ ഹോട്ടലിൽ ഈ നിലക്കുള്ള ഒരുപാട് ആക്ച്വലി നോക്കൽ അല്ലാണ്ട് പലക്കവറയിൽ വരെ സുന്നത്തെ അതിൽ പിന്നെ അങ്ങോട്ടേക്ക് ചാറ്റിങ്ങും ചീറ്റിങ്ങും ഹറാമായിട്ട് അതുകൊണ്ട് എത്രയുടെ ഘടനകൾ നടന്നുകൊണ്ട് എൻഗേജ്മെന്റ് മൊബൈൽ കൊടുത്ത മങ്ങിൽ തണ്ട് പോലെയില്ല ചെന്നിങ് ആ മൊബൈൽ ബാലർ ലവ് ആയിട്ട് ഓള് പോയി മൊബൈലും പോയിട്ട് പെണ്ണും പോയി അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇസ്ലാം ഇങ്ങനെ നല്ല തുടക്കം മങ്ങിലാജുള്ളവർ ഇബാദത്ത് അത് ഈ ഇബാദത്തിന്റെ വിശേഷത കൊണ്ടുണ്ടാ മങ്ങിലാജുള്ളവർ ഇബാദത്തിന്റെ വിശേഷത എന്താ ചെന്നെങ്കില് ബാക്കിയെല്ലാ ഇബാദത്തും മൂടുമേ തുടങ്ങിയിട്ട് തിന്നാവൂലല്ലേ. നിസ്കാരം സ്റ്റാർട്ടാക്കി ഇവിടെ സ്വർഗത്തിന് നിസ്കാരം എന്താ ഇല്ല പിന്നെ നിസ്കാരം സ്റ്റാർട്ട് നോമ്പും ദിന്നാവല് സ്റ്റാർട്ടായി ദിന്നാവല് തുടങ്ങിയ ഒരു ഇബാദത്ത് നിങ്ങൾ മങ്ങില മാത്രം ഏത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാമും ഹവ്വ ഉമ്മ റളിയല്ലാഹു അൻഹാ ഞങ്ങളെ ഉമ്മവും അബ്ബവും സ്വർഗത്തിലായിട്ട് നിക്കായത്. അപ്പൊ സ്വർഗത്തിലേ തുടങ്ങിയ ഒരു ഇബാദത്തായിട്ട് നിക്കാഹ്. ഇനി സ്വർഗത്തിൽ പോയാൽ പിന്നെ ഇപ്പൊ നിങ്ങൾ വന്നില്ലല്ലോ അവിടെ അബ്ബടെ സ്വത്തല്ലേ സ്വർഗ അബ്ബ ഇന്നല്ലേ സ്വർഗത്തില് ഇനി അവിടെ പോണ്ടേ അല്ലോ എത്തുപാടില്ല. സ്വർഗത്തിൽ പോയാൽ പിന്നെ അവിടെ നിസ്കാരം ഉണ്ടാ സ്വർഗ നിസ്കാരം ഉണ്ടാ ഇല്ല ഊടെ നിസ്കരിച്ചു ഊടെ ചന്ത നിസ്കരിച്ചു അവിടെ എന്തെങ്കിലും നോമ്പിടിക്കുണ്ടാ സക്കാത്ത് ആർക്ക് വീണത്. അതേ സമയത്ത് അവിടെ ഒരു ഇബാദത്ത് കണ്ടിന്യൂ ആവണമെങ്കിൽ അത് ഒന്ന് മാത്രം നിക്കാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുകല്യാണം സാധാരണ തിരുകല്യാണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടെ ഒരു മങ്ങിലാവുണ്ട്. മറിയം ബീവിയുടെ മംഗലവും ആസിയ ബീവിയുടെ മംഗലവും ഈ ഒരു ഇബാദത്ത് മാത്രം സ്വർഗത്തിലുള്ളത്. അപ്പൊ ദിന്യാവുള്ള നടത്തുന്ന ഇബാദത്തുകളെ കൂട്ടത്തിൽ സ്വർഗത്തിലും ഇന്നേ സ്വർഗത്തിലും ഉണ്ടാവുന്ന ഇബാദത്ത് അത് മങ്ങിലായിട്ട് നിക്കാഹായിട്ട് അത്രയും വിശേഷമായ ഒരു ഇബാദത്ത് മങ്ങില. ആ മങ്ങിലത്തെ തുടക്ക ഹറാമുൽ മിക്സാവുകുതീറ അത് പച്ച സുന്നത്ത് കൊണ്ട് മാത്ര അല്ലാഹ് പൊരുത്തപ്പെട്ടത് കൊണ്ട് മാത്രം ആക്കടൂ. പിന്നെ മങ്ങിലത്തെ മുന്നോട്ട് നടക്കുന്ന ഒരു ചെലവുക ഉണ്ട്. എത്രമാ ബാലകാർക്ക് മങ്ങിലായിട്ടില്ല ഒന്നലങ്ങനല്ല പെൺമക്കൾ മങ്ങിലില്ല ഭാര്യ കഷ്ട കാസി ബംഗാൾ ഞങ്ങളിലേക്ക് ഭയങ്കര ഹോറാട്ടാക്കിയ പണ്ട് അങ്ങനെ ഹോറാട്ടാക്കിയ അതിന്റെ ഭാഗമായിട്ട് അൽഹംദുലില്ലാഹ് ഇണ്ട കാസി ബംഗാളിനുണ്ടാ ഇല്ല അതെല്ലാം പോയിട്ടില്ല ഇണ്ട് അതൊന്നും വിഷയം. അതേസമയം ഇന്നത്തെ വലിയ ടെൻഷൻ എന്തെങ്കിലും ആണുമക്കൾ ഇങ്ങ് കിട്ടതെല്ലാം ഷോപ്പായിട്ട് കിട്ടതൊന്നും ഇല്ല. പിന്നെ കൊടുക്കുന്നത് ഷോപ്പായില്ല കൊടുക്കുന്നത് കൊടുക്കണം മഹർ കൊടുക്കണല്ലേ നിർബന്ധം കഡായായിട്ട് മഹറിന്റെ പേരില് ഭാരത്ത് പിന്നെ പൊറുക്കൂതീതാത്ത ഭാര പൊറുക്കൊണ്ടില്ലാണ്ട് മഹർ കൊടുക്കണം. അതേ സമയത്ത് അതല്ലാത്തവർ കുറെ കൊടുക്കൽ എൻഗേജ്മെന്റിന് ഒരു മോതിരത്തെ കണ്ടം കൂടി കൊടുക്കൽ സുന്നത്തില്ല. അങ്ങനത്തെ ഒരു സമ്പ്രദായം ഇസ്ലാമിലില്ല. പണ്ടിന്തൊരു സ്റ്റാർട്ട് പണ്ട് എന്റെ ഉമ്മ പൂ കൊടുത്തു തിന്നാറുണ്ട്. പെണ്ണ് നോക്കിയിട്ട് ഓക്കേണ്ടെങ്കിൽ ഒരു മല്ലിക പൂ കൊടുത്തു തിന്നാറുണ്ട്. അല്ലേ തൂവാൽ കൊടുത്തു തിന്നാറ് തൂവാൽ ഒരു പൂല്. പിന്നെ ചിലർ വന്നിട്ട് ചിലർ ബുക്കും മുസാഫുകൾ കൊടുത്തു തുടങ്ങി. പിന്നെന്തായിട്ട് അത് ബംഗാളിൽ പോയിട്ട് 5 പൗണും 10 പൗണും എത്തി. സുബ്ഹാനല്ലാഹ്. അതിൽ പിന്നെ അതായിട്ട് ഇപ്പൊ ചോക്ലേറ്റ് ഇതിക്കെല്ലാം എത്ര ചെലവുണ്ട്. ഇത് ബിയാർച്ചിട്ട് എത്ര ആണുമക്കളുടെ മങ്ങിലായിട്ടില്ല. 30-32 വർഷവും കഴിഞ്ഞിട്ട് മങ്ങിലാവാത്ത ആൾമാരെ ലീസ്റ്റ് തന്നെ കയ്യിൽ. എന്താ മങ്ങില ആവതില്ല. എന്ത് എൻഗേജ്മെന്റ് എന്ത് ജില്ലയും 2 പൗണ്ട് ബംഗാൾ വെക്കുന്നുണ്ട്. ഉമ്മ ചൊന്നുണ്ട്. അപ്പൊ ബാൻഡ് ഉമ്മത്തിൽ കൊറോഡിയാക്ക അതെല്ലാം ബാനായി ഭാവി ബുദ്ധയില്ല. അത് 2 കോടി ഞങ്ങൾ പണ്ടില്ല പെണ്ണ് നോക്കൂ വന്നില്ലെങ്കിൽ അത്ര പോയിട്ട് പോണെന്താണോ പോയിട്ട് പെണ്ണ് നോക്കി
2 പൗണ്ട് ಬಂಗಾರಿಗೆ ಎತ್ತರ ಆಯ್ತು ಗೊಂತುಂಡ ಇಂಡತ ರೇಟ್ 2.25 ಲಕ್ಷ ಹಂಗೆ ಅದರ ಮೇಕಿಂಗ್ ಚಾರ್ಜ್ ಕೂಟಿಟ್ಟು 2.25 ലക്ഷം ರೂಪಾಯಿ 2 പൗണ്ട് എൻഗേജ് പെട്ടിട്ട് നിക്കാഹ് 3 പൗണ്ടും കൊടുക്കണ്ടേ എത്ര ആയിട്ട് 3.5 ലക്ഷം പിന്നെ മങ്ങിലത്തെ ചോറ് മങ്ങിലത്തെ ഹാള് മങ്ങിലത്തെ ബാക്കി ചെലവ് മങ്ങിലത്തെ മുന്നത്തെ മൊയിലാഞ്ചി മങ്ങിലത്തെ പിറ്റാന്റെ താള മേള മങ്ങിലത്തെ മുന്നലോ മദരങ്കി മെഹന്തി ഹളദി സീക്ക് ഇതെല്ലാം മഞ്ഞൾ സീക്ക് ഇങ്ങനത്തെ ഒരു കുറെ സീക്കിങ് വന്നിട്ട് ഒരു 10 ലക്ഷം രൂപ ഒരു മങ്ങിൽ ചെറിയ മങ്ങിലത്തെ ബിസിനസ് ചൊല്ലാവ ഒരു 10 ലക്ഷം രൂപ വിചാരിക്കൂ നിങ്ങ ആ 10 ലക്ഷം ഈ പാവത്തെ ചെറുക്ക എവിടേക്ക് പോണു പിന്നെ സർത്ത് പോണ്ട 800 രൂപ കിട്ടും ഒരു തിങ്ങൾക്ക് എല്ലാ നാളും സ്വറ കിട്ടും 5000 രൂപ കിട്ടും അല്ലെ 25,000 വിചാരിക്കണു 10 ലക്ഷം 25,000 വർഷത്തിൽ എത്ര ആയിട്ട് 3 ലക്ഷം അപ്പൊ ഈ 10 ലക്ഷം എത്ര വർഷം വേണോ 3.5 വർഷം അതിലെല്ലാം ചോറുണ്ട് ഈ പെഞ്ഞനെ ബലത്തണ്ടേ മക്കളെ ബലത്തണ്ടേ ഉമ്മാപ്പടെ നോക്കണ്ടേ ഔത്ര ബാടി കൊടുക്കണ്ടേ ഔത്തു ചെലവ് കൊമ്പറേ അവ എവിടെ കൊമ്പറിന് പോണു ಅದಕ್ಕೆ ഉള്ള പരിഹാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഒരു മങ്ങിലുണ്ട് ഇന്ന അഅളമൻ നികാഹി ബറകതൻ ഐസറുഹു മുഅനാ ബറക്കത്തുള്ള മങ്ങിലാജൊന്നെങ്കിലേത് കൊണ്ടുണ്ട മങ്ങിലത്തിൽ വെച്ചിട്ട് ചമ്മ ബർക്കത്തുള്ള മങ്ങില അത് ചെലവ് കൊറോടിയാക്കിയ മങ്ങില ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസായിട്ട് ചൊല്ലത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ട് മങ്ങിലത്തിൽ ബർക്കത്തുള്ള മങ്ങിലാജൊന്നെങ്കിൽ റായടി വിളിച്ചിട്ട് വലിയ സമ്മേളന പോലെ ആളെ കൂട്ടിട്ട് അങ്കി പേൺമാത്ത തിന്നുകൊം കൊടുത്തിട്ടു അങ്ങനെ എന്തോരം അമ്പാറോട്ടിയാക്കിടെ ഒരു മങ്ങിലുണ്ടല്ലേ അതല്ല പിന്നെ മങ്ങിലത്തിൽ ബർക്കത്തിര മങ്ങില അത് ചെലവ് കൊറോടിയായ മങ്ങില ചെലവ് കൊറോടി ഞങ്ങളുടെ കൊറോടി എല്ലാത്തിലും കൊറോടി അതായത് എൻഗേജ്മെന്റ് ഓണ് പോയാ വേണമെങ്കിൽ ഉമ്മവും പെങ്ങവും വിക്കട്ട് നോക്കട്ട് ബർട്ട് തീർത്തോടകി അതിൽ പിന്നെ മുന്നോളം മൊയിലാഞ്ചും അതൊന്നും അകത്തെല്ലാം അങ്ങനത്തെ ഒന്നും ഇസ്ലാമിലില്ല അതേ സമയത്ത് ബർക്കത്ത് പേനായിട്ട് ഉസ്താദുമാരെ വിളിച്ചിട്ടൊരു മൗലിദോദരെ ഒരു യാസീനോദരെ മരിച്ചുപോയ ഉമ്മ അപ്പ ഉപ്പാപ്പമാർക്ക് ഹദിയാക്കിടെ അതെല്ലൊരു ബർക്കത്തായിട്ട് എന്തെങ്കിലും എന്റെ നാളെ നടക്കണ മങ്ങിലത്ത് നല്ലൊരു ബർക്കത്ത് കിട്ടണോ ആ മങ്ങിലത്തിൽ ഒരു ഇസ്സത്ത് പോണ്ടേ ഒന്നും ആ നിക്കാഹില് ഞങ്ങളെ ദാമ്പത്യ പരിപൂർണമായിട്ട് വിശ്വസാവണോ അതൊക്കെ പേനായിട്ട് ബുർദ മജ്ലിസ് വെച്ച അല്ലെങ്കിൽ മൗലിദും ഖുതുബിയത്തും റാത്തീബുമാക്കിയ പ്രശ്നമില്ല അതേ സമയത്ത് മൊയിലാഞ്ചിന്റെ പേരിലും മേക്കപ്പിന്റെ പേരിലും ആക്കണ ചെലവുക ഏത് ദീൻ പരിപാടി ഇങ്ങനത്തെ മേക്കപ്പ് അല്ല തന്ന സൗന്ദര്യം ഇല്ലേ മേക്കപ്പിന്റെ പേരിൽ എത്ര ലക്ഷങ്ങൾ എത്ര ആയിരക്കണക്കിന് പൈസ മേക്കപ്പ് ആയിട്ട് പെണ്ണുമക്ക ചെലവാക്കിടാറ് ഇത് ചൊല്ലുമ്പോഴൊക്കെ ബേജാറുണ്ട് പെണ്ണുമക്ക പെണ്ണിങ്ങ ഉമ്മമാരെ ഇന്റെ ഈ ബാലകാരൊട്ടിക്ക് നിങ്ങൾ ചൊല്ല നിങ്ങൾ മങ്ങില സിമ്പിളാവണോ സിമ്പിളായ മങ്ങിന് ബർക്കത്തുണ്ട് എത്ര തോല കൊന്തുണ്ടാ മഹറും കൂടി ഇന്റെ ഈ ബംഗാര കണക്ക് എവിടെ ബന്ത് നക്ക് നല്ല നനപ്പുണ്ട് നല്ല ബാല്യകാലത്തില് എത്ര മാനിക്കാട് സദസ്സിരുന്നാണ് കേട്ട 54 രൂപ മഹർ 54 രൂപ മഹറിന് പകരം നിങ്ങളെ മോളെ ഞാൻ നിക്കാഹ് ചെയ്തു സുബ്ഹാനല്ലാഹ് കിന്നത്തൊരു മങ്ങിന എന്റെ സംബന്ധത്തില് അണ്ട് ഭയങ്കര പ്രചാരം എന്റെ വിഷയം കൊണ്ടുള്ള 501 രൂപ മഹർ 501 രൂപ മഹർ ചൊല്ലത് ഭയങ്കര വലിയൊരു പ്രചാര അത്രയും സിമ്പിൾ ആയിട്ട് ഇന്ത് മഹർ ക്രമേണ ബംഗാർക്ക് ബന്ത് മോദർത്തുക ബന്ത് എപ്പത്തും ഇക്കണോ ചൊന്നിക്കൊണ്ട് വിചാരിച്ചിട്ട് ഒരു മോദറാക്കിയാറ് പിന്നെ ബലിയായിട്ട് 15 പൗണ്ടും 25 പൗണ്ടും സുബ്ഹാനല്ലാഹ് ഈ ബാറാറ് ആണുമക്കല്ലേ അങ്ങനെ കാശി എടുക്കില്ല പിന്നെ ചെലവാക്കണോ എവിടാക്കണോ അതുകൊണ്ട് മഹറും കൂടി ചുരുക്കണോണ്ടായിട്ട് ഇസ്ലാം പഠിപ്പാട്ടിത് മഹർ അത്യാവുക തീരാണ്ടായിട്ട് പഠിപ്പാട്ടിത് അതുകൊണ്ട് എല്ലാ വിഷയത്തിലും സിമ്പിൾ ആയിട്ട് മങ്ങിലാക്കും സാധ്യമായി ചോറ് കൊടുക്കണ്ടേ കൊടുക്കണോ ഔലിം വലൗ ബിശാത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കിയത് വലീമ മങ്ങിയത്തിൽ ചെലവുള്ളത് രണ്ടേ വിഷയം ഒന്ന് നിക്കാഹുടെ മജ്ലിസിൽ
ഒന്ന് നിക്കാഹ് കഡ്ഡായ, മഹർ കഡ്ഡായ, വലീമ ഇതല്ലാത്ത നാലാമത്തൊരു ചിലവിടെ ഒരു വിഷയം ഇസ്ലാമിന്റെ മയ്യിത്തിലില്ല. അപ്പൊ നിക്കാഹില് പിന്നെ വലിയ സുന്നത്ത് വലിയ ആഹാര ഗമ്മത്താക്കാണ് നാളെ ഇത്തത് വൃത്തമേ പോയോണ്ട് ബന്ധുണ്ടോ നാളെ ഞാനൊരു പെണ്ണെ നോക്കല പെണ്ണാറത് കേൾക്കുവാറ് അയക്കായിട്ട് മംഗലത്തിലുണ്ട് എന്താക്കണം നാളെ ലഭിക്കണം രായത്തെ ലഭിക്കണം വിളിച്ചിട്ട് മുട്ടത്തെ കുടുംബത്തെ ലഭിച്ചിട്ട് അങ്ങൊരു ആഹാരം അപ്പൊ കൊന്തോടോ മങ്ങിലാണ് വലിയ കൊടുക്കണം, ആഹാരം കൊടുക്കണം. ഒരു ആടെടുത്തിട്ടെങ്കിലും കൊടുക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ആട് അത്രയെങ്കിലും എന്താക്കണം കൊടുക്കണം. അതേ ടൈമിലു നിന്റെ ആവത് നോക്കിട്ട് കൊടുക്കണം. വേല ഒരു കോട്യാധിപതി അയാള് 10,000 ആൾമാരെ കൊണ്ട് വേല ഫുഡെല്ലാം കൊടുത്തു. അതിനെ കണ്ടിട്ട് നഗ പോതിര ആന ദൂരത്തിൽ നിന്നിട്ട് കുമ്പ ദൂരം തീരാണ്ട് കൊമ്പ പോതിര അതിലേക്ക് അത്ര അപ്പൊ ഞങ്ങ എന്താക്കണു അതുകൊണ്ട് ആവതുപോലെ കടാക്കിയിട്ട് കൊമ്പണ്ടിട്ട് ഒരു മനുഷ്യരുടെ ജീവനത്തിൽ അത്യന്ത സന്തോഷത്തെ സന്ദർഭം ഏത് കൊണ്ടുണ്ടാ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ അത്യന്ത കൊശിയുടെ ടൈം ഏതിന് കിടങ്കിൽ അവന്റെ ഫസ്റ്റ് നൈറ്റ് പെഞ്ഞായി ചൊല്ല കനസു ആ പെഞ്ഞായി ചൊല്ല ആ ജീമത്തൊട്ടിക ഫസ്റ്റ് ഒട്ടിക സേന അതിരത്ര കൊശിലെ ജാവു ദുന്യാവില് വേറെ ഇല്ലാണ്ട് അങ്ങനത്തെ കൊശിലെ ജാവു ഓണ് പോയ പുതിയ നല്ല ചമഞ്ഞിട്ട് വന്നിട്ട് തെച്ചിട്ടുണ്ട് ഓണം പോകുമ്പോ ബന്ധല്ല ഫോൺ റിങ് ഇത് കോല്ലങ്ങാട് നിങ്ങൾ ഇന്നത്തെ മങ്ങലത്തെ കോല്ല പൈസ തന്നിട്ടില്ല അതൊന്ന് വേഗം എത്തുപാട്ടാവാൻ അത്രാമത്തെല്ലാം സാമ്യാനത്തോണ്ട് പോകണം നിങ്ങൾ സാമ്യാനത്തെ പൈസ തന്നിട്ട് അതൊന്ന് വേഗം തരണോ ആവാതെ അങ്ങനെ ഓണ് എന്ത് കൊസിക്കൊണ്ടത് ഓണ് ടെൻഷൻ ഓണ് വറക്കം വരുവാ എന്തേ കടാക്കിട്ട് ഇങ്ങനത്തെ ഈ മങ്ങില ആര് പഠിപ്പാട്ടിയറ് നിക്ക് വലിയ കൊടുക്കൂ തീർലേ ആട് കൊടുക്കൂ ആട് കൊടുക്കൂ തീർലേ വേണ്ട കോലി കൊടു എന്തെങ്കിലും സിമ്പിൾ ആക്കി എന്തെങ്കിലും ഇതുണ്ടല്ലേ സിദ്ധരാമയ്യയുടെ അരികിട്ട് അതിൽ ചോറും നല്ലൊരു തർക്കാരി ഒരു നീ കടാക്കിട്ട് കൊടുന്നിട്ട് ദേലകളുടെ നിങ്ങൾ ചങ്ങായുണ്ട് കോലവനത്ത് ആ പാടുന്നാക്കിയിട്ട് നിങ്ങൾ ചാൻസ് പോവാം മങ്ങിലത്തെ സീസണിലെ നല്ല ബാണിപ്പാണ് അപ്പാ ചെന്നു മങ്ങിലത്തെ പാട്ടി കോലിയെ കൊടുക്കില്ല എന്ത് കോലി കൊടുത്തിട്ട് കോലി കൊമ്പോയിട്ട് തിന്നിട്ട് മങ്ങിലായിട്ട് മക്കായിട്ട് ആ മക്ക വന്നിട്ട് ഇപ്പൊ കോലി കൊമ്പോയിട്ടുണ്ട് അണ്ട് കൊമ്പോയ കോല പൈസ മങ്ങിലത്തെ കുമ്പോയൊക്കെ കോല പൈസ കൊടുത്തു മനുഷ്യന്മാരെ വിളിച്ചിട്ട് അങ്ക ഹറാമതി മാട്ടിയല്ലേ പിന്നെ മങ്ങിത്ത് എന്ത് ഓന്റെ മനസ്സിലെപ്പോഴും ഷാപ്പല്ലേ ഈ മക്ക പറമ്പത്ത് ഓന്റെ തലക്കെന്തോട് കിടാവ് വന്നുണ്ട് ഈ കിടാവ് ആക്കിലോട്ട് നന്റെ അങ്ങാടെ കടക്കും പോയിട്ട് പൈസ കാട്ടിട്ട് വഞ്ചനാക്കി ഡോങ്കിയാക്കിട്ട് ഈ മക്ക നല്ല കൊണ്ടാണ്ട് അവന്റെ മനസ്സിൽ വന്നെങ്കിൽ ഈ മക്ക നല്ല ഓണ് പിന്നെ ബർക്കത്താവും ഓന്റെ ദാമ്പത്യത്തിൽ സന്തോഷിക്കും അതുകൊണ്ട് ചിന്തിക്കണോ ആലോചന ആക്കണോ നിന്റെ പിസത്തെ ഉമ്മമാരൊട്ടിക്കും അബ്ബമാരൊട്ടിക്കും എന്നൊക്കെ ചൊല്ലുകൊള്ളത് നിങ്ങളെ മക്കളെ മങ്ങില നിങ്ങളെ ഇല ഉണ്ട മങ്ങില നിങ്ങളെ ഇല ഉള്ള മങ്ങില നിങ്ങളെ കൂട്ടുകുടുംബ നിങ്ങൾ എപ്പോഴും സപ്പോർട്ട് ആകണം സിമ്പിൾ മാരേജ് നിങ്ങൾക്ക് എത്ര തീരെങ്കിലും ഓക്കെ നല്ല വിഷയ നിങ്ങൾ നല്ല ആഹാരം കൊടുക്കൂ നിങ്ങൾക്ക് സാധ്യത ഉണ്ടോ നല്ല വിഷയം വലിയ ഉണ്ടല്ലേ അത് വലിയ സുന്നത്തായിട്ട് മാത്ര അതിലും ഒരു ഡേഞ്ചർ ആയ ഒരു വിഷയമുണ്ട് എന്തുകൊണ്ടുണ്ടാ കൊടുക്കണ കമ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശർറു തുആമി തുആമുൽ വലീമ ആഹാരത്തെ കൂട്ടത്തിൽ വെറും നീച്ചമായ ആഹാരം ഇതൊന്നുണ്ടാ മങ്ങിലത്തെ ദാവത്ത് മങ്ങിലത്തെ ചോറ് എങ്ങനത്തെ മങ്ങിലത്തെ ചോറ് ഇത് ആലഹൽ അഗ്നിയാ വയത്രകുൽ ഫുഖറാ പൈസ പാവത്തങ്ങളെ വിട്ടിട്ടു പൈസക്കാരെ മാത്രം പിടിക്കുന്ന മങ്ങില അങ്ങനുണ്ടല്ലേ VIP പാർട്ടി ഇത്തിച്ചോറും വലിയൊരു മങ്ങിലായിട്ട് വലിയ മങ്ങില ഭാര്യ ക്വസ്റ്റ്യൻ തോന്നുന്നെങ്കിൽ അവിടെ എല്ലാവർക്കും ഒരേപോലത്തെ നല്ല VIP അവിടെ പാവത്തങ്ങ പൈസക്കാർ എല്ലാവർക്കും ഒരേപോലെ അതായിട്ട് ബർക്കത്തുള്ള വലിയ അതേ സമയത്ത് പാവത്തങ്ങ് ഇല്ല വിലയില്ല എത്ര അപ്പുറത്തും ഇപ്പുറത്തും പാവത്ത് നിരകടങ്ങളുള്ള അങ്ങനെ വിളിച്ചാരെ കാറിൽ മണ്ടകളെ മാത്രം റോഡ് ഫുള്ള് ബ്ലോക്ക് ആയിട്ട് എല്ലാം ഓടി നിന്നമാണ്ട് മങ്ങിലുണ്ടല്ലോ ഭയങ്കര മങ്ങിലാണ് ചൊല്ലുമ്പോൾ അത് ഓർക്കും ബർക്കത്തിനതല്ല അത് ഏറ്റവും നീചമായ ആഹാരമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് പാവത്തെ മങ്ങിലാക്കണം മങ്ങിത് ഗമ്മത്തും ആക്കണം
നല്ല ചോറ് കൊടുക്കണം, ആടർക്കണം, ഇറച്ചി കൊടുക്കണം. പക്ഷെ ആറുക എല്ലാരും വിളിക്കണം. പാവത്തെങ്കില് അതിൽ നല്ല പരിഗണിക്കണം. പാവത്തെങ്കിൽ വെറും സിമ്പിൾ ആക്കിയിട്ട് പൈസക്കാർക്ക് വേറെ VIP ഫുഡ് അത് നല്ലതല്ല. അതുകൊണ്ട് പിസത്തെ സഹോദരങ്ങളെ ഞങ്ങൾ എന്താക്കണം, മങ്ങിനത്തെ മാതിരിയാക്കണം. പിന്നെ മങ്ങിൽ തണ്ട് എന്തല്ല എന്താക്കണം, ഉസ്താദന്മാരെല്ലാം കൂട്ടി. അപ്പോ മങ്ങിലത്തെ പേരിൽ എന്തെല്ലാം ഞങ്ങൾ ഉസ്താദന്മാരെ കൊമ്പന്ന നല്ല വിഷയം. ആലിമീങ്ങ തങ്ങന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തെങ്ങ അങ്ങനെല്ലാം പറഞ്ഞ ദ്വാരം നിങ്ങൾക്ക് ബർക്കത്ത് കിട്ടും. അങ്ങ പോലോട് കൂടി കൂടെ തുടങ്ങിത്തല്ലേ ഹറാമു, ഡാൻസു, ആണും പെണ്ണും മിക്സിംഗ്. സുബ്ഹാന, എന്തെല്ലാം ഹറാം. ആണും പെണ്ണും മുട്ടായിട്ട് ചിരിയും കളിയും. പിന്നെ ഒരു ബീറ്റ് ഒന്നുണ്ട്, ബീറ്റ് അത് ഹാളിലാവണുണ്ട്. ഇല്ലാതെ ഔത്തിലായും മെയ്യാവും, ഔത്തിലാവണായ അല്ല. ഇനി ഹാൾ എവിടെ ആവട്ടെ, വിഷയം. അതേ സമയത്ത് അതിന്റെ പേരിൽ പുതിയ പുലൊട്ടിയെ ഒരു കുറെ ആൾമാർ പോയിട്ട് എല്ലാരും അവളെ നോക്കട്ടെ, അവളൊട്ടിക്കുള്ള എല്ലാരും ഇങ്ങനെ ഹറാമല്ലേ, ബർക്കത്തിക്കോ. അതുകൊണ്ട് വീട്ടിൽ കൂടുക പോണത് അയാൾ മാത്രം. ആ പുതിയ അവന് മാത്രം വീട്ടിൽ കൂടെ അതുപോലെ ഒരു കൊറ എന്തെല്ലാം അത് ചൊന്നിട്ടൊന്നും തീരല. അത്ര വിഷയമുള്ള മങ്ങിലത്തെ മുന്നോ നടക്കുന്ന ചൊന്നല്ലേ. അറേബ്യൻ നൈറ്റ് അറേബ്യൻ നൈറ്റ് നിങ്ങൾ തോന്നുന്നില്ല. അറേബ്യങ്ങളെ പോലെ കമ്മീസ് ഇട്ടിട്ട് കോട്ടിട്ടിട്ട് തട്ട കെട്ടിട്ട് പിന്നെ പാട്ട് ഓലന്റെ പാട്ട് നടുവ് ഓലന്റെ പാട്ട് അങ്ങനെ പിന്നെ അങ്ങനത്തെ എന്തല്ല അതിന്റെ പിന്നെന്താകണം ഒന്നും നിസ്കാരല്ലേ ഫർദ്. നിസ്കാരത്തെ കാട്ടി വലിയ വിഷയം അത് ഖളാക്കുള്ള ഒരു അവകാശവും. നിസ്കാരപ്പെടുക്കുള്ള ഒരേ ഒരു സന്ദർഭം എന്തെന്നുണ്ടാ, അബറില്ലെങ്കിൽ പിന്നെ ഓളെ പുതിയ അവരില്ലെങ്കിലും ഒക്കെ ഒരു മോത്ത് പിടി കടപ്പാട്ടിയെങ്കിൽ നിസ്കരിക്കുന്നുണ്ട്. അതല്ലാത്ത പ്രതി സന്ദർഭത്തിലും ഓൾക്ക് ശുദ്ധി ഉണ്ടെങ്കിൽ നിസ്കാരം നിർബന്ധമായിട്ടിക്കരുത്. അതേ ഉണ്ട് പെണ്ണിങ്ങൾ ളുഹർ നിസ്കരിക്കുക. എങ്ങനെ അവിടെ ഇതാക്കി ഫുള്ള് മേക്കപ്പ് ആക്കി ഉദു എടുത്തെങ്കിൽ 25,000 രൂപ തണ്ണില് പോയി അല്ലേ. 25,000 രൂപയുടെ മേക്കപ്പ് ഉദു എടുത്തെങ്കിൽ തണ്ണില് പോയില്ലേ. അതുകൊണ്ട് നോ പ്രോബ്ലം. ളുഹറില്ല ഇനി സമയത്തുള്ള ളുഹർ പോയിട്ട് അസർ അത് ക്ലീൻ ആവുക. എവിടെ ക്ലീൻ ആവുക? അത് 10 ടിക്കറ്റ്. ഈ മേക്കപ്പ് എന്തല്ല 10 ടിക്കറ്റ്. ഉദു സയ്യാവൂല, നിസ്കാരം ആവുള്ളൂ. ഈ നിലയ്ക്ക് നിസ്കാരത്തെ പറ്റി ബോധയില്ല. ഈ മംഗളോണ്ട് ജീവനത്തെ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ജീവനത്തെ അത്യന്ത മുഖ്യമായ 4 നിസ്കാരമില്ല. സുബ്ഹാനല്ലാഹ്. നീന് സന്തോഷത്തിലേക്ക് അള്ളാഹുടെ നീന് ഓർക്കണോ എങ്കിൽ നിക്ക് കഷ്ടപ്പെന്നപ്പ അല്ല നിന്നെ നിനപ്പാക്കിടാ എന്നായിട്ട് ദീന് പരിപാട്ടത്. നീ കൊസിരിക്കുമ്പോ അള്ളാഹുടെ നിനപ്പാക്കും. ഞങ്ങളല്ല, ഞങ്ങൾ അള്ളാഹ് നിനപ്പാ കഷ്ടം വന്നപ്പോ എപ്പോ കഷ്ടം വന്നിട്ട് കൊസിരിക്കുമ്പോ നിസ്കാരം നിനപ്പില്ല. അതല്ല, സുഖത്തിരിക്കുമ്പോ അള്ളാഹുടെ നിനപ്പാക്കും. എങ്കിൽ കഷ്ടകാലത്ത് അള്ളാഹുവിന്റെ ബുടലേ ഏറ്റവും സുഖത്തെ സമയത്ത് മംഗില, ഏറ്റവും ക്വസ്റ്റ്യൻ സമയത്ത് മംഗില. അതുകൊണ്ട് മംഗില ചൊല്ല ക്വസ്റ്റ്യൻ ടൈമിലു അല്ലാഹുവെ സ്മരിക്കണോ. നിസ്കാരം ബുദ്ധല്ല, നിസ്കാരം ചണ്ടക തീങ്ങി ആരം നിസ്കാരം സുന്ന നിസ്കാരം കാണാ. അല്ലാഹു തന്ന ഒരു വലിയ നിഅമത്തായിട്ട് മംഗില. അതിലെ ഫസ്റ്റ് 4 അല്ലാഹുവെ ആരെ ഓർക്കണോ എങ്കിൽ എന്തെങ്കിലും കഷ്ടം വന്നപ്പോ മംഗിലായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഡെലിവറി ആകുമ്പോ കഷ്ടം ആ ടൈമിലുള്ള അല്ലാഹു സഹായിക്കടാ. അങ്ങനെ ഞങ്ങളെ മങ്ങിത്തിന് ഞങ്ങൾ എന്താക്കണം, നല്ല സ്വരത്തെ കൊണ്ട് നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യാക്കണം. സൽക്കർമ്മങ്ങളോട് ധന്യാക്കണമെങ്കിൽ ഹറാമിങ് എന്തു മങ്ങിലത്തെ പിന്നെ താളാണ്ടെല്ലാം ഉണ്ടല്ലേ, അതൊക്കെല്ലാം പോകേണ്ട ഒരു ശൈലി. വീട്ടിൽ കൂട്ടി പോയിട്ട് ഇപ്പൊ എവിടേക്ക് ഇത്ര ഒന്നുണ്ടാ നിങ്ങളെ നോക്കിട്ട് വീട്ടിലുള്ള സാധനം കാണ്ടല്ലേ. ചിലപ്പോ അങ്ങനെ മങ്ങിലത്തേക്ക് ഞാൻ നിങ്ങൾ പോയിട്ടിക്കോ പുതിയ സ്റ്റേജില് ഓളെ ഒരു 4 അപ്പുറത്ത് ഇപ്പുറത്ത് 4 ആള് പിടിച്ചിട്ട് ഒരു എന്തിനാ ഒരു മയ്യത്ത് കണ്ടുപോകുന്ന വലിയ കടലിക്ക് അത് പുറത്തെടുക്കും അന്യാണിങ് എല്ലാം അങ്ക് പോലെ കാട്ട് അങ്ങെല്ലാം മാർക്കിട്ട് എത്ര മാർക്ക് ഈ പെണ്ണുങ്ങൾ എവിടേക്ക്
ഇങ്ങനത്തെ മങ്ങിലത്തെ ബർക്കത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്തെല്ലാം നല്ലതുണ്ട് അതെല്ലാം നോക്കണം. ഉദാഹരണത്തിന് നല്ല തിങ്കൾ മങ്ങിലാകും. ഏറ്റവും നല്ല തിങ്കൾ ഏത് കൊണ്ടുണ്ടാ? ശവ്വാലായിട്ട്. ശവ്വാൽ റമളാൻ കഴിഞ്ഞ ഉടനെയുള്ള തിങ്കളുണ്ടല്ലോ, നെക്സ്റ്റ് തിങ്കൾ ശവ്വാൽ. അതൊക്കെ റമളാന്റെ ബർക്കത്ത് ടച്ചായ തിങ്കളായിട്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് മങ്ങിലത്തേക്ക് ശവ്വാൽ തിങ്കളായിട്ട്. പിന്നെ സഫർ റജബുണ്ടല്ലോ, എല്ലാ തിങ്കളും ഉണ്ട്. പിന്നെ എല്ലാവരും ശവ്വാലെ കാത്തിങ്കൾ പിന്നെ സാധ്യല്ല, അത്ര ഹോളൊന്നും കിട്ടാൻ. ഇപ്പൊ നാളെ നോക്കണല്ലോ, ഹോൾ നോക്കണം അല്ലെ? ഏറ്റവും നല്ല തിങ്കൾ പിന്നെ ശവ്വാലായിട്ട്. നാളെ നോക്കണമെങ്കിൽ ഏറ്റവും നല്ല നാള് അത് വലിയ പിന്നെ ശവ്വാൽ ഒരു കാരണമുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഐമര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കായുടെ അത് ശവ്വാൽ തിങ്കളായിട്ട്. അതുകൊണ്ട് ആ ശവ്വാൽ ഫസ്റ്റ് ഗ്രേഡ്. പിന്നെ നാല് ഏറ്റവും നല്ലത് വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച മങ്ങിലാവുള്ള ഏറ്റവും നല്ലതായിട്ട്. അതിലും സുബൈ സമയത്തായിട്ട് ഏറ്റവും നല്ലത്. പള്ളിയിലായിട്ട് നല്ലത്. പക്ഷെ പള്ളിയിലുമായിട്ട് സുന്നത്തിന്റെ പേര് കുറെ ഹറാമുകൾ. അവിടെ പള്ളിക്ക് പൊക്കിയിട്ട് നിക്കാഹിന് പൊക്കിട്. പിന്നെ ഇത് പള്ളിനുള്ള ബോധമേ പോകണം. പിന്നെ അവിടെ ഓട്ടറാസി പലക്കവും കലിയും ചിരിയും വീഡിയോയും ഷൂട്ടിങ്ങും അങ്ങനെ പള്ളി അതബ് പാലിച്ചുകൊണ്ട് പള്ളിയിലായിട്ട് നിക്കാഹാക്കണായത്. ആ നിനക്ക് അങ്ങനെ മങ്ങിലത്തെ കടലാസ് കടലാസ് അടിക്കുകയല്ലേ. അതല്ല ഇപ്പൊ പോയി അകത്തില്ല. ഇപ്പൊ എല്ലാം വാട്സപ്പിൽ കടത്തിയ മിയാവുണ്ട്. ആയെങ്കും അതിലും ഒരു കടലാസ് തിന്നു നോക്കി ഓരോ കടലാസ് 50 ഉറുപ്പ 60 ഉറുപ്പ. എന്ത് അകത്തുണ്ട്? അനഗത്യമായി ചെലവുങ്ങ. അത് നിപ്പാട്ടോണ്ടായിട്ട് ചൊന്നോണ്ടല്ലേ. അനഗത്തെല്ലാം വിട്ടിട്ടു നല്ല വിഷയത്തിൽ മാത്രം എന്താക്കണോ ഞങ്ങളെ മങ്ങിലത്തെ യൂസ് ആക്കണം. വേസ്റ്റ് ആക്കത്തില്ല. തിന്നോറ് കുടിക്കും, നോ പ്രോബ്ലം. പക്ഷേ നിങ്ങൾ ആഹാരം ഇപ്പൊ ഈ ബഫേന്റെ ബഫേ സിസ്റ്റം അതിനെ പറ്റി ഞാനത് ഹറാമ ഹലാലാണ് ചൊല്ലല്ല. പക്ഷെ ഒരു വിഷയ നല്ലല്ല. കാരണം നനക്കേശ അനുഭവം ക്യൂ നിക്കണം. ഫുഡ് പ്ലേറ്റ് പിടിച്ച് നിക്കണം. നിന്നിട്ട് പിന്നെ ഓർക്ക് ചിലതെല്ലാം വന്ന് കാണുമ്പോ ഒരു 10 15 ഐറ്റം ഇക്കട് എല്ലാം കാണുമ്പോ എല്ലാം ഇട്ടുകൊണ്ട് പോകണ്ട. പോയി തിന്നിട്ട് നോക്കുമ്പോ തിന്നുകാവൂല. എത്ര പാതി ബാക്കിയായി അറിയുന്നത് കാണുമ്പോ എന്തമ്മാ നല്ല മധുരാണ്ടി പേച്ചെടുത്ത് നോക്കുമ്പോ കാറ തിന്നുകയാണ്ടില്ല. അങ്ങനെ എറിഞ്ഞിട്ട് അങ്ങനെ ഇസ്രാഫാവോടും ഇസ്രാഫ് ഓർക്കും അള്ളാഹു ഇഷ്ടപ്പെടാത്ത വിഷയമായിട്ട് വേസ്റ്റ് ആവുക. ചില ആൾമാർ എന്താക്കണേ വേസ്റ്റ് അവിടെ വേണ്ടിട്ടുണ്ട് പോയാൽ പൊടി നല്ല ടേസ്റ്റ് ഉണ്ണുട്ടായി. പിന്നെ പിന്നെ അഗൈൻ ഈ പ്ലേറ്റ് പിടിച്ചിട്ട് പിന്നെ സ്രൂത്ത് നിൽക്കണം. വേണ്ട പോട്ട് അപ്പൊ എന്താ ഉള്ള വേറെ നോടിയാവും. പിന്നെ ചില പെണ്ണിങ്ങ പാവ ഒരു കയ്യിൽ കിടാവും, ഒരു കയ്യിൽ പ്ലേറ്റ് എത്ര എടുക്കാം. മാറ്റി എടുക്കുന്നുണ്ട്, ആയെങ്കിലും എടുക്കുവാവില്ല. പിന്നെ പാതി ഉണ്ടിട്ട് പാതി ഹോട്ടലുണ്ട്. പിന്നെ ചോറിന് തക്കരിക്ക് അതില്ല, ഉണ്ടാണില്ല, നോക്കുകയാണില്ല. അപ്പൊ അതെല്ലാം നോക്കുമ്പോ ഒരു നല്ലൊരു സംസ്കൃതി അല്ല ബഫേ ദക്ഷിട്ട് അതും എത്രമാമോത്ത് നിന്നിട്ട് തിന്നേണ്ടി വന്നു. അപ്പൊ ആ വിഷയത്തെല്ലാം ജാഗ്രത ആക്കിയിട്ട് നല്ല അള്ളാഹു ഇഷ്ടപ്പെട്ട നിലക്കുള്ള ഒരു മങ്ങിലാക്കൂ സാധ്യമെങ്കിൽ അതിൽ ഖണ്ഡിതമായിട്ടും വലിയ ബർക്കത്തിക്കട്. അതുപോലെ ഈ ഉമ്മമാരൊട്ടിയും എന്നൊക്കെ ചൊല്ലുള്ളത് ഒരു വിഷയ. പിന്നെ അവിടെ പെൺമക്കൾക്ക് അങ്ങോട്ടി എന്നൊക്കെ ചൊല്ലുകൊള്ള വിഷയ. ഇപ്പൊ ചെമ്മാലുമാണ് ചൊല്ല. അങ്ങനെ എന്തേ നീന് ഭയങ്കര സിമ്പിൾ ആവണാവാ. ഇല്ല ഉസ്താദ് കഷ്ട ഉമ്മ വീട്ടിലെ ഉമ്മ എൻഗേജ്മെന്റ് 2 പൗണ്ട് കാട്ടി പൊട്ടി കൊടുത്തെങ്കിൽ നാ ബണ്ടിലാണ് എന്താക്ക ഉമ്മടെ പുറത്ത് വേണം. നിക്കാഹ് മഹർ 5 പൗണ്ട് കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ മുഖ കാട്ടേ? അങ്ങനൊന്നും ചൊല്ലൂ മറിച്ച് നിങ്ങൾ എന്താക്കണം ഒന്നുണ്ടാ അങ്ങ് നല്ല സപ്പോർട്ട്. നിങ്ങൾ നല്ല പെണ്ണ് നോക്കാം. അങ്ങനെ മേക്കപ്പിന്റെ പേരിൽ അപ്പന്മാരെ എത്ര ആൾ കഷ്ടപ്പെടുത്തി പെണ്ണ് ഇത്തിച്ച ഒരു വിഷയം കേട്ടോ. പെണ്ണ് ഭയങ്കര അപ്പടെ കഷ്ടപ്പെടുത്തി എന്ത് നക്ക് ബംഗാറ് കോടിയാക്കിങ്കോ മേക്കപ്പ് കോടിയാക്കി തീരാ. ബംഗാറ് കുറഞ്ഞ ബംഗാറ് കോടിയാക്കോടാ. പിന്നെ കടാക്കിട്ട് മേക്കപ്പ് 25,000 കൊടുത്തിട്ടു. എന്തൊരവസ്ഥ. അങ്ങനത്തെ പെണ്ണുമക്കളെ ಬಗ್ಗೆ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെന്നുണ്ടാ
നല്ല പെണ്ണ് ചൊന്നെങ്കിൽ ആറ് അൽ മർഅത്തു സ്വാലിഹ ചൊന്നില്ലേ നല്ല പെണ്ണ് ചൊന്നെങ്കിൽ ആറ് കൊണ്ടുണ്ടാ ഇൻ അഅ്ളമുൻ നികാഹി ബറകതൻ അഅ്ളമുൻ നിസാഇ ബറകതൻ ഐസറുഹു മഊന അഅ്ളമുൻ നിസാഇ ബറകതൻ ഐസറുഹുന്ന മഊന പെണ്ണ് മക്കളെ കൂട്ടത്തിൽ നല്ല പെണ്ണാറ് കൊണ്ടുണ്ടാ ചെലവ് കൊറോടിയാക്കണ പെണ്ണ് സുബ്ഹാനല്ലാഹ് പെണ്ണ് ചെലവ് കൊറോടിയാക്കണ ഏത് വിഷയത്തിലും ഓരോ ചെലവാക്കണം എല്ലാവരും ലിമിറ്റഡ് പാവം മാപ്പിള കഷ്ട വന്നിട്ടല്ലേ നയിച്ചു കൊമ്പണ്ടേ അതിൽ ജാഗ്രത ഇങ്ങനെ എല്ലാത്തിലും അയ്യപ്പങ്ങളല്ലേ എല്ലാം പെണ്ണുമക്കളെ തീരുമാനിക്കണേ ആ ടൈമിൽ പെണ്ണ് ചൊല്ലണം അബ്ബാ നക്ക് നിങ്ങൾ ആരെ ബംഗാളെടുക്കൊന്നും പോണ്ട എന്ത് കഷ്ടപ്പെട്ടാറ് നക്ക് ഇന്നത് മെയ് ചൊല്ല പെണ്ണ് ആ പെണ്ണായിട്ട് ബർക്കത്തുള്ള പെണ്ണ് അബ്ബാ നക്ക് മേക്കപ്പും അത് അകത്തില്ല വേണ്ട അല്ല തന്ന ചന്ത അത് മെയിനക്ക് നിങ്ങൾ നക്ക് മേക്കപ്പ് കായിട്ട് പൈസ ചെലവാക്കില്ല വേണ്ടപ്പാ ചൊല്ല് പെണ്ണായെങ്കിൽ ആ പെണ്ണായിട്ട് ബർക്കത്തിന് പെണ്ണ് മോണോ നീ ടെൻഷൻ ആക്കണ്ട നീക്ക് തീരത്ത് നീ കൊടുത്തേ മെയ് ചൊന്നിട്ടു മോന്റെ സമാധാനം ആക്കണ പെണ്ണിങ്ങിൽ ആ ഉമ്മായിട്ട് ബർക്കത്തിന് ഉമ്മ ബർക്കത്തിന് പെണ്ണ് ചൊന്നിട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ചൊന്നത്. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് മങ്ങിലത്തെ അറേഞ്ച് ആക്കിയെങ്കിൽ ഖണ്ഡിതമായിട്ടും ആ മങ്ങില സക്സസ് സാധ്യമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു ദുനിയാവിൽ തന്നെ ഏറ്റവും വലിയ ഒരു നിഅമത്ത് അൽഹംദുലില്ലാഹ് വലിയ നിരീക്ഷകർ കാത്തുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട ആ സയ്യിദ് ചറ്റക്കൽ തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സുന്നി സംയുക്ത ജമാഅത്തിലെ രാജ്യാധ്യക്ഷായിട്ടും ആയിക്കായിട്ട് നല്ലൊരു ആധ്യാത്മിക നായക്കായിട്ട് മഹാനവരുടെ നേതൃത്വത്തില് ജലാലിയ റാത്തീവ് നടക്കട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ആത്മീയമായ മജ്ലിസ് വെച്ചിട്ട് അതിലെ ബർക്കത്ത് എടുത്തിട്ട് പോണു. അല്ലാഹു തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരട്ടെ. ഞങ്ങളെല്ലാം മങ്ങിലായങ്ങമയുടെ യാരെ ഉള്ളങ്ങ ഞങ്ങളെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരട്ടെ. എപ്പം ദുആരക്കും മങ്ങില ആയങ്ങവും ആ ഗുള്ളങ്ങവും ഒരു ദുആ മറക്കോ തീരാ ഈ ഒരു ദുആ ചൊല്ലുന്നതിന്റെ പിറകെ നീ പാട്ടേ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ قرة أعين وجعلنا للمتقين إماما. അല്ലാ നിന്റെ പെഞ്ഞായില് നിന്റെ മാപ്പിളല് നിന്റെ മക്കളിൽ നിനക്ക് നീ സന്തോഷ തരണു. നിന്റെ നീ നല്ല ഒരു മാതിരിയാക്കണു. അത് ഈ ഒരു ദുആ കാണാപ്പാടാക്കി പഠിക്കണം, ചന്ത പഠിക്കണോ. ഉസ്താദ്മാർട്ടി കേട്ടിട്ട് പഠിക്കാ, യൂട്യൂബിൽ സെർച്ച് ആക്കിയിട്ട് പഠിക്കാ. അങ്ങനെ പഠിച്ചിട്ട് എല്ലാ നിസ്കാരത്തിലും ഈ ദുആ നിസ്കാരത്തിൽ പിന്നെ ഈ ദുആ നിങ്ങൾ പഠിച്ചു ചൊന്നെങ്കിൽ ഖണ്ഡിതമായിട്ടും ഞങ്ങളെ മക്ക ബെടക്കാവല, ഞങ്ങളെ പെഞ്ഞായിമാർ ബെടക്കാവല, മാപ്പിളമാർ ബെടക്കാവല. അല്ലാഹു ആ നിലയ്ക്ക് ഞങ്ങളെല്ലാരും സലാമത്താക്കട്ടെ. അർഹമുർ-റഹീമായ റബ്ബേ, ഞങ്ങളെ കൊണ്ട് ഞങ്ങളെ പെഞ്ഞായി മക്കൾക്ക് നീ ബേജാറ് കൊടുക്കല്ല അല്ലാ, ഞങ്ങളെ ഇസ്സത്ത് കെടുത്തല്ല അല്ലാ. പെഞ്ഞായി മക്കളെ കൊണ്ട് റബ്ബേ ഞങ്ങളെ നീ ഇസ്സത്ത് കെടുത്തല്ല അല്ലാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയുൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.